Hello, hi, Marcus. What's up? I think now you all are waiting for your first English lesson. അല്ലെ മക്കളെ, ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി നിൽക്കാം മക്കളെ? UP ഒക്കെ കഴിഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ട്? ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ നമ്മോട് ഇപ്പൊ പറയുന്ന ഡയലോഗ് എന്താണ് മക്കളെ? എന്താണ്? UP ഒക്കെ കഴിഞ്ഞു, ഇനി പഠനം ഒന്നും കൂടെ ഒരു പൊടിക്ക് എന്ത് ചെയ്യണം? ബെറ്റർ ആക്കണം. കാരണം 2 വർഷം കഴിഞ്ഞ SLC എഴുതാനുള്ളതാണെന്നൊക്കെയാണ് അവര് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ പഠനം എന്ത് ചെയ്യാം? മറ്റുള്ളവർക്ക് പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ബെറ്റർ ആക്കാം അല്ലെ? അത് ഒന്നും തന്നെ ചെയ്യേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ഒരു ചെറിയ ഡിസിഷൻ ഒന്ന് എടുത്താൽ മതി. എന്താണ്? ഇനി UP പോലെയല്ല, ഞാൻ ഇനി എന്റെ പഠനം ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയാലും മക്കളെ, എന്റെ പഠനം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കുമെന്ന് നിങ്ങളോട് തന്നെ ഒരു തവണ പറഞ്ഞാൽ മതി. പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഈ ഒരു സപ്പോർട്ടും ബാക്കിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഓട്ടോമാറ്റിക്കലി വന്നോളും. നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ല ഡിസിഷനോട് കൂടിയിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം വളരെ സിമ്പിളാണ്. ടോപ്പിക്കുകൾ സിമ്പിളാണ്, പഠിക്കാനുള്ള ആക്ടിവിറ്റീസ് സിമ്പിളാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പഠനത്തെ വളരെ സിമ്പിളായിട്ട് വളരെ മനോഹരമായിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ഒക്കെ കൊടുത്ത് പഠിച്ചെടുക്കാം എന്ന തീരുമാനത്തോടു കൂടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ആദ്യം തന്നെ ഒരു ജേണി, ഒരു യാത്ര പോവാം. എന്ത്? ഒരു ലോങ് വാക്ക് വിത്ത് എ ഗ്രാനി ആൻഡ് ഗ്രാൻഡ്സൺ അല്ലെ? ഒരു മുത്തശ്ശിയുടെയും ഒരു പേരക്കുട്ടിയുടെയും കൂടെയുള്ള ഒരു ലോങ് വാക്ക്, ഒരു നല്ല നടത്തം അങ്ങ് വെച്ച് കൊടുക്കാം അല്ലെ? നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് 3 ലെസൺസ് ആണ്. നോക്കാം. ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് വരുന്നത്? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ഷോർട്ട് സ്റ്റോറിയാണ്, റസ്കിൻ ബോണ്ടിന്റെ. ഓക്കെ. ദെൻ 7 Ages of a Man, വില്യം ഷേക്സ്പിയർ അല്ലെ? വലിയ റൈറ്റേഴ്സിൻ്റെതൊക്കെയാണ് കേട്ടോ. വേറെ ലെവൽ റൈറ്റേഴ്സ് ആണ്. വില്യം ഷേക്സ്പിയറിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നതെന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ പോമ പോലെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ 7 ഘട്ടങ്ങൾ അല്ലെ? നമ്മൾ കുഞ്ഞു കുട്ടിയായിട്ട്, പിന്നെ അതിലടുത്ത സ്റ്റേജ് അങ്ങനെ 7 ഘട്ടങ്ങളുണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ ലിറ്റിൽ തിങ്സ് മാറ്റർ, മെമ്മറിയൽ, APJ അബ്ദുൽ കലാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് APJ അബ്ദുൽ കലാമിന്റെ ഒരു നല്ല ഓർമ്മക്കുറപ്പ് നോക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെസൺ നോക്കാം. എന്താണ് മക്കളെ? ബോണ്ട് ഓഫ് ലവ്. എന്താണ് ഈ ബോൺസ് ഓഫ് ലവ്? ബോൺസ് പറഞ്ഞാൽ എന്താണ്? ലൈഫിലെ ബന്ധങ്ങളാണ്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അല്ലെ മക്കളെ? നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഓക്കെ, നല്ല സഹോദര ബന്ധങ്ങൾ, സഹോദരി ബന്ധങ്ങൾ അല്ലെ? മുത്തച്ഛനും മുത്തശ്ശിയുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ അല്ലെ? അച്ഛനും അമ്മയുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ. ഇതിലെല്ലാം പുറമെ നമ്മുടെ നല്ല സറൗണ്ടിങ്സ് അല്ലെ? നല്ല നൈബേഴ്സ് ആയിട്ടുള്ള ബന്ധങ്ങൾ, ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന്റെ മനോഹാരിതയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് എ ബീങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീങ് ഹ്യൂമൻ. എന്താണ്? മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഡയലോഗാണ്. ഹ്യൂമാനിറ്റി എന്നെന്താ? മനുഷ്യവർഗം അല്ലെ? നമ്മുടെ മനുഷ്യവർഗത്തിന്റെ ഗ്രേറ്റ്നെസ്, ഒരു മഹത്വം എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ബി ഹ്യൂമൻ. ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതല്ല. ഒരു മനുഷ്യനായിരിക്കുക എന്നുള്ളതല്ല മനുഷ്യവർഗത്തിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ബി ഹ്യൂമൻ. എന്താണ്? ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്കിൾസ് കാണുന്നുണ്ട് അല്ലെ? ഒരു കോമിക് സ്ട്രൈപ്പ് ആണിത്. നിങ്ങൾ ബാലരമ ഇങ്ങനെയുള്ള ബുക്കുകൾ, കളിക്കുടുക്ക എന്തോ ആവട്ടെ, ചെറിയ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ? പിക്ചർ വെച്ചിട്ട് ക്യാരക്ടേഴ്സിന്റെ ഡയലോഗ് ഇങ്ങനെ ചെറിയൊരു കോമഡിയോട് കൂടിയിട്ട് പറയുന്നതാണ് ഇത് കേട്ടോ. ഒരു ഡയറക്റ്റ് ആയിട്ടാവില്ലേ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് അതിലെ കോമഡികളൊക്കെ ഫീൽ ചെയ്യാം. നോക്കാം. ഇവിടെ ഒരു മുത്തശ്ശന്റെയും ഒരു പേരക്കുട്ടിയുടെയും അല്ലെ? ഒരു വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരാളുടെയും ഒരു ചെറിയ കുട്ടിയുടെയും കൂടെ ഒരു സംഭാഷണമാണ് കേട്ടോ. ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം എന്താണ്? ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് അല്ലെ? ഒരു പ്ലേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ലൈഫ് വാസ് എ ലോട്ട് മോർ ഡേഞ്ചറസ് വെൻ ഐ വാസ് എ കിഡ് അല്ലെ? ഞാനൊരു കുട്ടിയായിരുന്ന സമയത്ത് എന്റെ ലൈഫ് എന്തായിരുന്നു? ഭയങ്കര ഡേഞ്ചർ ആണ്, ഭയങ്കര അപകടം പിടിച്ചതായിരുന്നു അല്ലെ? ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് നിന്നെ പോലെ എന്നല്ല, എന്താണ്, എന്റെ ലൈഫ് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു എന്നാണ് മുത്തശ്ശൻ പറയുന്നത്.
We didn't have playground. We played on railroads, tracks and farm equipments. അല്ലെ, ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ഇങ്ങനെ പ്ലേ ഗ്രൗണ്ട് ഒന്നും കളിക്കാനില്ല. അല്ലെ, സ്ലൈഡ്, ഊഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഈ പച്ചപ്പും പുല്ലൊക്കെ വിധിച്ചിട്ടുള്ള ഈ പ്ലേ ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങൾ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലൂടെയുള്ള, അല്ലെ, റെയിൽവേ സ്റ്റേഷന്റെ റെയിൽവേ ട്രാക്കിന്റെ ഒക്കെ സൈഡിലൂടെയുള്ള റോഡിലൂടെയും അതുപോലെ ഫാം എക്യുപ്മെന്റ്സ്, അല്ലെ, കൃഷിയിടങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന കൈക്കോട്ട്, കോടാലി, ഇങ്ങനെ മണ്ണ് മാന്തുന്ന സാധനങ്ങള്, കൊട്ട, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചായിരുന്നു ഞങ്ങൾ കളിച്ചിരുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വണ്ടർ ഡേ ഓഫ് അസ് സർവൈവ്. അല്ലെ, അതൊക്കെ സർവൈവ് ചെയ്ത് അതിജീവിച്ച് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവമാണ്. ഞങ്ങളുടെ ദിവസങ്ങളൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഇവിടെ വരെ എത്തിയല്ലോ, അതന്നെ എന്താണ്, അതൊക്കെ അതിശയമുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. To get by you had to tough and you had to grow up fast. അല്ലെ, എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, അന്നത്തെ കാലത്ത് വളർന്നു വരെ ജീവിക്കുക എന്ന് പറഞ്ഞ എന്താണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടഫന്റ് ആയിരുന്നു, അല്ലെ, വളർന്നു വരിക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുണ്ട്, നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ അപ്പ് ചെയ്യുന്നുണ്ട്. ഹൗ ഓൾഡ് ആർ യു നൗ? നിനക്കിപ്പോ എത്ര വയസ്സായി സൺ എന്ന് ചോദിക്കണം. അപ്പൊ കുട്ടി പറയാണ് 6. When I was your age, I was 8.5. പക്ഷെ നിന്റെ പ്രായത്തില് എനിക്ക് 8, അതുപോലെ ഹാഫ്, എന്തായാലും 8.5 വയസ്സുണ്ടായിരുന്നു. എന്റെ മക്കളെ പറയുന്നത്, അത് പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പത്തെ കുട്ടികൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 6 വയസ്സുണ്ടെന്ന് വിചാരിക്കട്ടെ, നിങ്ങൾ ഇപ്പോ എന്തായിരിക്കും, കുട്ടികളായിരിക്കും, അല്ലെ, വീട്ടിൽ നിന്നൊന്നും പുറത്തിറങ്ങാത്ത, ഈ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ചെറിയ കുട്ടികളായിരിക്കും. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ ഒരു 4ാം ക്ലാസ്, 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്തായിരിക്കും അറിയോ, അവര് നല്ലപോലെ ഫാമിലിയൊക്കെ സഹായിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ഈ വീട്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് പൊറുക്കി കൊണ്ടുപോയിട്ട് കടയിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാനൊക്കെ നോക്കും. അതുപോലെ കടയിലൊക്കെ അച്ഛനമ്മമാരെയൊക്കെ നിന്ന് സഹായിക്കും. അവര് കടയിലോട്ടൊക്കെ പോയി ഇപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് കടയിലൊക്കെ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാനൊന്നും അറിയില്ല. എല്ലാവരുടെയും കേസല്ല, ഒരു 80% കുട്ടികളും ഒരു വീട്ടില് ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ വീട്ടിലായിരിക്കും, അല്ലെ, അവരൊന്നും ഒരിക്കലും ഒരു മെച്ചോർഡ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അന്ന് അങ്ങനെയല്ല, ആ ഒരു ഏജ് ആകുമ്പോൾ തന്നെ കടയിലൊക്കെ പോയി സാധനം വാങ്ങിക്കൊണ്ടുവന്ന് ബാക്കിയൊക്കെ കൊടുത്ത് ഒരു മെന്റൽ ഏജ് ഇപ്പത്തെ കുട്ടികളായിട്ടും കൂടുതലാണ് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക്. ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം ഇപ്പോ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. സംഗതി കോമഡി ആണെങ്കിലും ചിന്തിക്കാനൊക്കെ ഉള്ള ഒരു വിഷയമാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കോമിക് സ്ട്രൈപ്പ്? കമന്റ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ ദം. അല്ലെ, അതിലെ ക്യാരക്ടേഴ്സ്, അല്ലെ, അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധം, അതും കൂടെ ഒന്ന് പറയുന്നുണ്ട്. നോക്കാം. ദ ക്യാരക്ടേഴ്സ് ഓഫ് എൽഡർലി മാൻ. അല്ലെ, ഒരു ഓൾഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ഗ്രാൻഡ് ഫാദർ. ആൻഡ് ദ യങ് ബോയ്, ചെറിയൊരു കുട്ടിയുണ്ട്, ഹിസ് ഗ്രാൻഡ് സൺ. അത് അവന്റെ അത് അദ്ദേഹത്തിന്റെ എന്തായിരിക്കാം, പേരക്കുട്ടി ആവാം. റിലേഷൻഷിപ്പ് ഈസ് വാം ആൻഡ് അഫെക്ഷനേറ്റ്. അവരുടെ റിലേഷൻഷിപ്പ് എന്താണ്, വളരെ ഭയങ്കര ലവബിൾ ആയിട്ടും വളരെ അഫെക്ഷനേറ്റ് ആയിട്ടും ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള വളരെ ആത്മബന്ധത്തോട് കൂടിയിട്ടുള്ള ഒരു റിലേഷനാണ്. ദ ഗ്രാൻഡ് ഫാദർ ഷെയർ സ്റ്റോറീസ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഷോയിങ് ജനറേഷണൽ ബോണ്ട്. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പണ്ടത്തെ കാലത്തുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊരു ജനറേഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ, ആ ഒരു ജനറേഷനും ഈ ഒരു ജനറേഷനും തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Where does the action take place? ഇത് എവിടെയാണ് നടക്കുന്നത്? The action takes place in a park or playground. Park or playground. As shown by the presence of the swings and slide. എന്തൊക്കെ കൂടെ അവിടെ കാണുന്നുണ്ട്, ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. What do you understand from their conversation? അവരുടെ കോൺവെർസേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? The grandfather is talking about his childhood, explaining how tough life was back then and how children had to grow up fast. അദ്ദേഹം പറയുന്നത് അന്നത്തെ കാലഘട്ടത്തില് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ടഫ്, വളരാനുള്ള, അവർക്ക് എല്ലാത്തിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് വളരാനുള്ള ബുദ്ധിമുട്ടും എത്ര പെട്ടെന്ന് കുട്ടികൾ വളർന്നു വരുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഹി ട്രൈസ് ടു കമ്പയർ
വിത്ത് ദ പ്രസന്റ്, അതേ ഇപ്പത്തെ കാലഘട്ടമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ബട്ട് ദ ഗ്രാൻഡ് സൺ ഇന്നസെന്റ് റെസ്പോൺസ് ഷോ ദ ഹ്യൂമറസ് ജനറേഷണൽ ഗ്യാപ്പ്. പക്ഷെ കുട്ടി വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മറുപടി പറയുന്നുണ്ട്. അതൊരു ജനറേഷണൽ ഗ്യാപ്പ്, പണ്ടത്തെയും ഈ കാലഘട്ടത്തെയും ആ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ, കാലഘട്ടത്തിന്റെ ആ ഒരു വ്യത്യാസം അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഡു യു കൺസിഡർ ദിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു കോൺവെർസേഷൻ, ഇവർ തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ എന്താണ്, തമാശയാണോ, ഹ്യൂമറസ് ആണോ? എന്തുകൊണ്ട്? യെസ്, the conversation is humorous because of the playful exaggeration by the grandfather. അല്ലെ? യെസ്, ഇത് വളരെ ഹ്യൂമറസ് ആണ്. കാരണം പ്ലേഫുൾ എക്സാജറേഷൻ എന്താണ്? എക്സാജറേഷൻ പറഞ്ഞാൽ ഓവർ ആക്കിയിട്ട് പറയാ അല്ലെ. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ അതായിരുന്നു, ഞാൻ ഭയങ്കര, അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ റെയിൽവേ ട്രാക്കിലും മറ്റോടത്തും ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ലൈഫായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓവർ ആയിട്ടുള്ള ഈ ഒരു എക്സാജറേഷൻ ബൈ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് അൺഎക്സ്പെക്ടഡ് ഫണ്ണി റെസ്പോൺസ് ഫ്രം ദ ഗ്രാൻഡ് സൺ അല്ലെ. അതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നെവർ മൈൻഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഗ്രാൻഡ് സണ്ണിന്റെ മറുപടിയും. From the climbing older at the edge, this grandson is now. അല്ലെ? അപ്പൊ എന്താണ്, അതൊക്കെ ആ ഒരു കോൺവെർസേഷൻ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഓൾഡ് ഏജും ഗ്രാൻഡ്സണിന്റെ ആ ഒരു ഏജും അതൊക്കെ നമുക്ക് ആ ഒരു ജനറേഷൻ ഗ്യാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമിക് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ദിസ് കോൺട്രാസ്റ്റ് മേക്സ് ദ കോൺവെർസേഷൻ അമ്യൂസിങ്. അല്ലെ? ഇവർ തമ്മിലുള്ള ഈ കോൺട്രാസ്റ്റ് അല്ലെ, ആന എണ്ണാൻ തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഈ ഒരു കോൺട്രാസ്റ്റിംഗ് എന്തായിരുന്നു, വളരെ അമ്യൂസിങ് ആണ്, മനോഹരമാണ് അല്ലെ. നമുക്ക് നോക്കാം മക്കളെ, നമുക്ക് പഠിക്കാനുള്ളതോടത്ത് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് അതൊന്നല്ല അല്ലെ, അതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ മാത്രമാണ് അല്ലെ. നമുക്ക് നോക്കാം എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി റസ്കിൻ ബോണ്ട് അല്ലെ. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മുത്തശ്ശിയിലെ മക്കളെ, അതിന്റെ കൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് സണ്ണും അല്ലെ. ആ ഒരു അവരുടെ കണ്ണുകളിലൊക്കെയുള്ള ആ ഒരു സ്നേഹമൊക്കെ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അല്ലെ. ഇനി നമുക്ക് ഇവരുടെ നടത്തം എങ്ങോട്ടാന്ന് കൂടെ എന്ത് ചെയ്യാം, നോക്കാം. അബൌട്ട് ദ ഓതർ അല്ലെ, നമുക്ക് റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നോക്കാം, അദ്ദേഹത്തെ കുറിച്ചൊക്കെ അടിച്ചു നോക്കാം അല്ലെ. ഫേമസ് റൈറ്ററാണ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. റസ്കിൻ ബോണ്ട് 1934 ാണ് അദ്ദേഹം ജനിച്ചത്. വാസ് ബോൺ അറ്റ് കസോളി ഇൻ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശത്തുള്ള കസോളയിലാണ് അദ്ദേഹം ജനിച്ചത്. ഫോർ എവർ 15 years ബോണ്ട് ഹാസ് എക്സ്പെരിമെന്റഡ് വിത്ത് ഡിഫറെന്റ് ജോണേഴ്സ് ഓഫ് റൈറ്റിംഗ് ഇൻക്ലൂഡിംഗ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, മെമ്മറീസ് അല്ലെ. അദ്ദേഹത്തിന്റെ ഈ 50 വർഷത്തെ അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫില് അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങൾ പറഞ്ഞാൽ എന്താ, ഡിഫറെന്റ് ആയിട്ടുള്ള റൈറ്റിംഗ്സുകൾ ചെയ്യാം അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജോണേഴ്സ് ഓഫ് റൈറ്റിംഗ്സ് ഇൻക്ലൂഡിംഗ് നോവൽസ് എഴുതിയിട്ടുണ്ട്, ഷോർട്ട് സ്റ്റോറീസ്, മെമ്മറീസ്. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല അല്ലെ. നോവലുകളാവട്ടെ, ചെറിയ വർക്കുകളാവട്ടെ, ഓർമ്മക്കുറിപ്പുകളായിട്ട് ഒരുപാട് വർക്കുകൾ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. His notable works include The Room on the Roof, The Owl Trees Still Grow in Tehran, A Flight of the Pigeon, The Blue Umbrella, etc. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സുകളാണ്. He was awarded the John Llewellyn Rheims Prize in 1957, the Sahitya Academy Award in 1992, the Padma Shri in 1919, and the Padma Bhushan in 2014. ഇതൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അവാർഡുകളാണ്. ഓക്കെ, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് അല്ലെ മക്കളെ. നോക്കാം. ഹാവ് യു എവർ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പാരന്റ്സ്? നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ കുറച്ച് സമയം നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മുത്തശ്ശിയും മുത്തശ്ശിന്റെ ഒക്കെ കൂടെ, അതാണ് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അല്ലെ, അവരുടെ കൂടെയൊക്കെ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, ചെലവഴിച്ചിട്ടുണ്ടോ? വാസ് യുവർ ഫേവറേറ്റ് ആക്ടിവിറ്റി വിത്ത് ദം? അവരുടെ കൂടെയുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി എന്താണ്? അവരുടെ കൂടെയുള്ള ഏത് കാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? Let's join a grandson and grandmother on their journey and explore the beauty of landscape and the warmth of their relationship. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് ജോയിൻ ചെയ്യാം, ഒന്ന് കൂടാ. ആരുടെ കൂടെ? ഒരു ഗ്രാൻഡ് സണ്ണിന്റെയും ഗ്രാൻഡ് മദറുടെയും അല്ലെ, ഒരു മുത്തശ്ശിയുടെയും പേരക്കുട്ടിയുടെയും കൂടെയുള്ള ഓൺ ദർ ജേണി, അവരുടെ യാത്ര ആൻഡ് എക്സ്പ്ലോർ. നമുക്കതങ്ങ് ആസ്വദിച്ച് വേറെ ലെവലിലോട്ട് അത്
എക്സ്പ്ലോർ ചെയ്യാം ദ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പ്. അവരുടെ ആ ഒരു യാത്രയിലുള്ള ആ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് അല്ലെ, ആ ഭൂമിയുടെ ആ മനോഹാരിത ആൻഡ് ദ വാംത്ത് ഓഫ് ദ റിലേഷൻഷിപ്പ്. അത് മാത്രാണോ, അവരുടെ ബന്ധത്തിന്റെ ആ ഒരു സ്നേഹ ഊഷ്മളതയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് അതിലൊക്കെ ഒന്ന് പങ്കുചേരാം. ഓക്കെ, so let's start. Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson Manny. അല്ലെ, മാനി എന്നാണ് കേട്ടോ അത് വായിക്കുന്നത്. മണി എന്നൊക്കെ നിങ്ങൾ വായിക്കുന്നവരും ഉണ്ടാവും, കുഴപ്പമില്ല അല്ലെ, കാണുമ്പോ മണി എന്നൊക്കെ വായിക്കാം അല്ലെ. അപ്പൊ എന്താണ് മാനി നോക്കാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ അല്ലെ, റിവറിന്റെ ദൂരെയുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള അലർച്ച. മീൻസ് റിവർ കുറെ ദൂരത്താണ് അല്ലെ, അപ്പൊ അവിടെ നിന്നുള്ള ഡിസ്റ്റന്റ് ആയിട്ടുള്ള, ഡിസ്റ്റന്റ് മീൻസ് ദൂരത്ത് നിന്നുള്ള, റോർ മീൻസ് അലർച്ച ഞാനിക്ക് കേൾക്കാം. ഓക്കെ, ആൻഡ് ദ സ്മെൽ ഓഫ് ദ പൈൻ നീഡിൽസ്, അതുപോലെ തന്നെ മണക്കാൻ കഴിയുന്നുണ്ട്. എന്തുണ്ട്, പൈൻ നീഡിൽസ് അല്ലെ, പൈൻ മരങ്ങളുടെ, നീഡിൽസ് എന്ന് പറഞ്ഞാൽ കൂർത്ത് നിൽക്കുന്ന പൈൻ മരങ്ങളുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതും എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് അവർ ഗ്രാൻഡ് സൺ മാനി. അത് മാത്രാണോ, അവരുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള മാനിയുടെ പ്രസൻസ് അല്ലെ. നമുക്ക് നമ്മുടെ പാരന്റ്സ് ഒക്കെ, നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ നമ്മുടെ അച്ഛനമ്മയൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കും, നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വേണോ അവർ നമ്മുടെ അടുത്ത് വന്നത്? അതില്ല, നമുക്ക് അവർ അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രസൻസ് അറിയാൻ പറ്റും. അത് ഇനിയിപ്പോ എത്ര കൂട്ടത്തിൽ, ഒരുപാട് ആളുകളുടെ കൂട്ടത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോ, നമ്മൾ വളർത്തിയ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോ അവരുടെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അതുപോലെ നമ്മുടെ ഗ്രാനിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രാനിക്കും സാധിക്കും. ഷീ കുഡന്റ് സീ ദ റിവർ, പക്ഷേ അവർക്ക് പുഴ കാണാൻ സാധിക്കില്ല. ഷീ കുഡന്റ് സീ ദ റിവർ, അവർക്ക് പുഴ കാണാൻ സാധിക്കില്ല. ആൻഡ് ദ ട്രീസ്, മരങ്ങളെയും കാണാൻ സാധിക്കില്ല. മരമൊക്കെ സ്മെൽ ചെയ്യാണ് കേട്ടോ. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മാനീസ് ഫസി ഹെയർ, അവർക്ക് എന്തിനു കഴിയും, എന്ത് തിരിച്ചറിയാൻ കഴിയും? മേക്ക് ഔട്ട് മീൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, തിരിച്ചറിയാം. മേക്ക് ഔട്ട് അല്ലെ, ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. അവർക്ക് എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും? മാനീസ് ഫസി ഹെയർ. എന്താണ് ഫസി ഹെയർ മീൻസ്? അലങ്കോലമായി കിടക്കുന്ന, കുറച്ച് റഫ് ആയിട്ടുള്ള ആ മാനിയുടെ മുടി അവർക്ക് അറിയാൻ കഴിയും. ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് അല്ലെ, ബ്ലാക്ക്ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണ് അല്ലെ, അതിന്റെ കണ്ണ് പോലെയല്ല, അതുപോലെയുള്ള അവന്റെ കണ്ണ് ചിലപ്പം അവർക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ് അല്ലെ, ഗ്ലീം ഓഫ് എന്താണ്, ആ ഒരു വെളിച്ചം, ആ ഒരു തെളിച്ചം എന്നൊക്കെ പറയില്ലേ, അവന്റെ പല്ലുകളിലുള്ള ആ ഒരു നിറം, ആ ഒരു തിളക്കം. വെൻ ഹി സ്മൈൽഡ്, അവൻ ചിരിക്കുമ്പോൾ അവന്റെ പല്ലുകളിൽ കാണുന്ന ഒരു തിളക്കമുണ്ട്. അതും മാനിക്ക് എന്ത് ചെയ്യാം, അല്ല അതും മുത്തശ്ശിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തിരിച്ചറിയാൻ. ഇതിന്റെയൊക്കെ ഒരു പ്രസൻസ് മുത്തശ്ശിക്ക് കിട്ടും. ഗ്രാനി എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്, ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്, വെയർ മീൻസ് ധരിക്കുക അല്ലെ, ഇടുക. ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പഴയ ഓൾഡ് ഗ്ലാസസ് ആണ് അല്ലെ, ഇതാ കണ്ണട വെച്ചിട്ടില്ലേ അല്ലെ, ഒരു പഴയ ഓൾഡ് കണ്ണടയാണ് ഗ്രാനി വെച്ചിട്ടുള്ളത്. She had been wearing them for well over 10 years. ഏകദേശം 10 വർഷത്തോളമായിട്ട് അവരത് തന്നെയാണ് ധരിച്ചുകൊണ്ട് വരുന്നത്. Her eyes had grown steadily weaker. അവരുടെ കണ്ണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, steadily weak, ക്രമേണ steadily means ക്രമേണ അല്ലെ, ക്രമേണ വീക്കർ ആയിട്ടുണ്ട്. എന്താണ്, കാഴ്ച കുറഞ്ഞ് ദുർബലമായിട്ടുണ്ട്, കാഴ്ച കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആൻഡ് ദ ഗ്ലാസസ് were now scratched, അവരുടെ കണ്ണട ഇപ്പൊ എന്താണ്, സ്ക്രാച്ച് ആയിട്ടിട്ടുണ്ട്. ആൻഡ് സ്പോട്ടഡ് അല്ലെ, വരകളൊക്കെ വീണ്, സ്പോട്ട് പറഞ്ഞ കുത്തും പുള്ളികളൊക്കെ ആയിട്ട് വരകളൊക്കെ വീണിട്ടുണ്ട്. 10 വർഷമായില്ലേ, ആകെ തീരുമാനമായിട്ടുണ്ടാവും മക്കളെ. അതന്നെയാണ് പറയുന്നത്, അവരുടെ കണ്ണടയിൽ ഇങ്ങനെ വരകളൊക്കെ വീണ് നിറയെ കുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. So there was very little she could see through them. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് മാത്രമേ കാണുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ആ കണ്ണടയിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. Manny and his father felt that it was high
time Granny had her eyes tested and got herself new glasses. മാനിയും അവരുടെ ഫാദറും ചിന്തിക്കുകയാണ്, ഫീൽ ചെയ്യാണ് എന്ത്, ഇറ്റ് വാസ് ദ ഹൈ ടൈം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹൈ ടൈം എന്ന് പറഞ്ഞാൽ സമയം ഓവർ ആയിട്ടുണ്ട് അല്ലെ, നോ കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എന്താണ് ഹൈ ടൈം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ്, കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്, 10 വർഷമായില്ലേ. ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസ്, അവൾക്ക് എന്താണ് ഒരു പുതിയ ഗ്ലാസ് വാങ്ങി കൊടുക്കുക, കണ്ണടയൊക്കെ മാറ്റുക. അതുപോലെ തന്നെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് എന്ന് മാനിയും ഫാദറും ചിന്തിക്കുകയാണ്. Well, we can't get them in the village, said Granny. Okay. ഓക്കെ, അത് ശരിയാണ്. ബട്ട് വി ക്യാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ്. നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഈ ഗ്രാമത്തിൽ അതൊന്നും കിട്ടില്ല. ഗെറ്റ് ദം എന്ന് പറഞ്ഞാൽ ലഭിക്കില്ല എന്നൊരർത്ഥത്തില്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, അവർ വളരെ ഒരു ഉൾഗ്രാമത്തിലാണ് താമസിക്കുന്നത് കേട്ടോ, ടൗൺ ഏരിയയിലൊന്നല്ല. ടൗണൊന്നും അവർക്കില്ല. ഓക്കെ, ഒരു വില്ലേജ് ചെറിയ ഗ്രാമത്തിലാണ്, അവിടെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. Manny said, you will have to go to the eye hospital in Missouri. That's the nearest town. മസൂറിയിലുള്ള നിയറസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാല് അവിടെ തൊട്ടടുത്ത് വരുന്ന ടൗൺ ആണ് മസൂറി. അവിടെ പോയിട്ട് അവിടെയുള്ള ഐ ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ബട്ട് ദാറ്റ്സ് 2-day journey, protested Granny. പക്ഷെ ഗ്രാനി പ്രൊട്ടസ്റ്റ് ചെയ്യുക, എതിർത്തുകൊണ്ട് പറയാണ്, പക്ഷെ അതെന്താണ്, 2 ദിവസത്തെ യാത്രയുണ്ട് അല്ലെ, അടുത്തൊന്നല്ല അല്ലെ, 2 ദിവസത്തെ യാത്ര കഴിഞ്ഞാൽ നമ്മള് മസൂറി എത്തുള്ളൂ എന്ന് പറയാണ്. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി ഇങ്ങനെ എക്സ്ക്യൂസ് കണ്ടെത്താണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോ എക്സ്ക്യൂസ്, ഓരോ കാരണങ്ങൾ, എക്സ്ക്യൂസ് മീൻസ് ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്താണ്. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മാനി. എന്തുകൊണ്ടാണ് കാരണം, അവർക്ക് മാനിയിൽ നിന്നും പിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. പാർട്ടഡ് മീൻസ് എന്താണ്, വേർപിരിഞ്ഞു പോവേണ്ടി വരിക, അതാണ് പാർട്ടഡ്. അപ്പൊ അവർക്ക് മാനിയെ വിട്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ഈ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്നത്. ഹി വാസ് 11, എന്താണ്, അവനിപ്പോ 11 വയസ്സായി. ആൻഡ് ക്വൈറ്റ് ക്യാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്, അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവനിപ്പോ കഴിയുന്നതാണ്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി ഇയർ ഓൾഡ്. അല്ലെ, ഇയർ ഓൾഡ് പറഞ്ഞാൽ 1 വയസ്സായപ്പോൾ അവന്റെ അമ്മ മരിച്ച ആ ഒരു ടൈം മുതൽ എന്താണ്, അവന്റെ ഗ്രാനിയാണ് അവനെ ബ്രോട്ടപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, അതിനെ വളർത്തിക്കൊണ്ടുവന്നത്. ബ്രോട്ടപ്പ് മീൻസ് വളർത്തിക്കൊണ്ടുവന്നത്. ഷീ വാസ് ഹിസ് നാനി മെറ്റേണൽ ഗ്രാൻഡ് മദർ. എന്താണ്, അവരെന്താണ്, നാനിയാണ്. നാനി മീൻസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ കേട്ടോ. മെറ്റേണൽ മീൻസ് എന്താണ്, മെറ്റേണൽ മീൻസ് അമ്മ വഴി വരുന്ന, ഐ മീൻ അമ്മയുടെ അമ്മയാണ്. ഓക്കെ, അമ്മ വഴി വരുന്ന ഗ്രാൻഡ് മദർ ആണ്. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് and father and the cows hence in the household with a great energy and devotion. മാനിയെ മാത്രമല്ല നോക്കുന്നത്, ആരെയും കൂടെ നോക്കുന്നുണ്ട്. ആൻഡ് ഹാഡ് കെയർ ഫോർ ബോയ് അല്ലെ, ആ കുട്ടിയെയും, ആൻഡ് ഫാദർ അവരുടെ അച്ഛനെയും, ആൻഡ് ദ കൗസ് അവിടെയുള്ള പശുക്കള്, ഹെൻസ് കോഴികള്, ആൻഡ് വിത്ത് ഗ്രേറ്റ് എനർജി ഡിവോഷൻ. ഇതൊക്കെ വളരെ വലിയ എനർജിയോട് കൂടിയിട്ടും ഊർജ്ജസ്വലയോട് കൂടിയിട്ടും, ഡെവോഷൻ മീൻസ് എന്താണ്, വളരെ സ്നേഹാർപ്പണത്തോട് കൂടിയിട്ടുമാണ് അവരിത് എല്ലാം ചെയ്യുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. എനിക്കിത് വെച്ചിട്ട് ഞാൻ മാനേജ് ചെയ്തോളാം. കന്നഡയൊന്നും മാറ്റൊന്നും വേണ്ട. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും, എനിക്കിത് മാനേജ് ചെയ്യാൻ കഴിയും, ഇത് വെച്ചിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം. Now listen, said Manny's father sternly. Sternly പറഞ്ഞാൽ കുറച്ച് ശബ്ദമൊക്കെ ഉയർത്തി കുറച്ച് ഗൗരവത്തോട് പറയാണ്, ഞാൻ പറയുന്നത് കേൾക്ക്. Now listen, ഇപ്പൊ ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക്, ഇപ്പൊ ഒന്ന് കേൾക്ക്. We are not sending you off on your own. ഞങ്ങൾ നിങ്ങളെ ഒറ്റക്കല്ല പറഞ്ഞേക്കുന്നത്. ഓക്കെ, I will take to Missouri. ഞാൻ നിങ്ങളുടെ കൂടെ മസൂറിയിലോട്ട് വരും, ഞാനാണ് നിങ്ങളെ മസൂറിയിലോട്ട് കൊണ്ടുപോകുന്നത്. And leave Manny here by himself. How could you even think of doing that? ഉടനെ അപ്പൊ മുത്തശ്ശി പറയാണ്, അപ്പൊ leave Manny here by himself. അപ്പൊ മാനി ഇവിടെ തനിച്ചാക്കിയിട്ട് പോവാണോ, എനിക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഹൗ കുഡ് യു ഇവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്, അല്ലേ, എങ്ങനെ നിനക്കത് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു, എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്.
Then I will take you Missouri, said Manny eagerly. അപ്പൊ മാനി വളരെ ആവേശത്തോടു കൂടി, ഈഗർലി മീൻസ് വളരെ ആവേശത്തോടു മാനി പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാം, അങ്ങനെയാണെങ്കിൽ ഞാൻ മുത്തശ്ശിയെ കൊണ്ടുപോവാം. I have been to Missouri before with my school friends. ഞാൻ എന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇതിനു മുമ്പ് മസോറിയിലോട്ട് പോയിട്ടുണ്ട്. I know where we can stay. എവിടെയാണ് ഞങ്ങൾ എവിടെ താമസിച്ചെന്നൊക്കെ എനിക്കറിയാം. ബട്ട് പക്ഷേ എന്ന് പറഞ്ഞ് നിർത്താണ്. എന്താണ്? അച്ഛൻ സമ്മതിക്കണല്ലോ അല്ലെ, അതാണ് പറ്റും കേട്ടോ. ഈ പോസ് എ മൊമെന്റ്, അവനൊരു നിമിഷം സംസാരം നിർത്തി. ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഗ്രാൻഡ് മദർ, അല്ലെ. എന്നിട്ടാണ് എന്ത് ചെയ്യാണ്, ഒരു സംശയത്തോട് കൂടിയിട്ട് ഫാദറിനെയും മുത്തശ്ശിയും ഒക്കെ എന്ത് ചെയ്യാണ്, ഒന്ന് നോക്കുകയാണ്. യു വുഡ്ന്റ് ബി ഏബിൾ ടു വാക്ക് all the way to 9, would you granny? പക്ഷെ എന്നിട്ട് എന്ത് പറയാണ്, you wouldn't be able to walk all the way to 9, അല്ലേ. 9 എന്ന് പറയുന്ന അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകേണ്ട ഒരു ടൗൺ പ്രദേശമാണ് കേട്ടോ. അവിടെ നിന്ന് ബസ് കയറാൻ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പൊ അതുവരെ നടന്നു പോവാൻ നാനിയെ കൊണ്ട് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, സെഡ് ഗ്രാനി. തീർച്ചയായിട്ടും എനിക്ക് നടക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഗ്രാനി പറയുന്നത്. I may be going blind, but there is nothing wrong with my legs. മേ ബി ഞാൻ എന്താവും, എനിക്ക് കാഴ്ചക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്റെ കാലുകൾക്ക് ഒന്നും ബാധിച്ചിട്ടില്ല. എന്റെ കാലുകൾ ഇപ്പൊ എന്താണ്, സ്ട്രോങ് തന്നെയാണ് അല്ലെ. നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്, എന്റെ കാലുകൾക്ക് ഒരു കുഴപ്പവും ഇല്ല. ബട്ട് യു ആർ 70 ഗ്രാനി, പക്ഷെ നിങ്ങൾക്ക് 70 വയസ്സായി മുത്തശ്ശി. What has that got to do with it? Okay, അതിനിപ്പോ എന്താ ഇവിടെ അങ്ങനെ പറയില്ല, അതിനെന്താ, എത്ര വയസ്സായി, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം എന്നാണ് ചോദ്യം. ഓക്കെ, has that got to do with this? ഒരു ഏജ് ഇവിടെ എന്താണ് ബന്ധം, അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? And besides it's down hill to 9, അത് മാത്രാണോ, അങ്ങോട്ടുള്ളത് എന്താണ്, ഒരു താഴ്ചയാണ്, ഡൗൺ ഹിൽ ആണ്. ആൻഡ് uphill coming back, അതിന് പിന്നിലാണ് എന്ത് വരുന്നത്, ഒരു ഉയർച്ച വരിക. uphill is easier, എന്താണ്, കയറ്റം എന്താണ്, ഈസിയാണ്. ആൻസർഡ് ഗ്രാനി, ഗ്രാനി പറഞ്ഞു. Now that she knew Manny might be accompanying her, she was more than ready to make the journey. എന്താണ് മക്കളെ, now that ഇപ്പൊ എന്താണ്, she knew Manny might be accompanying her. accompany means എന്താണ്, കമ്പനി കൂടുക അല്ലെ, ഐ മീൻ കൂടെ പോവുക അല്ലെ. ഇപ്പൊ അവർക്ക് മനസ്സിലായി മാനിയാണ് അവരെ കൊണ്ടുപോകുന്നത്. സോ എന്താണ്, she was more than ready to make the journey. ഇപ്പൊ അവര് പണ്ടത്തെ പോലെ, ആദ്യം അവര് പോണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ആളെന്താണ്, നന്നായിട്ട് റെഡിയാണ്. ഇപ്പൊ യാത്ര ചെയ്യാൻ ആൾ ഉഷാറാണ്, റെഡിയാണ്, കാരണം മാനി കൂടെ പോരുന്നുണ്ടല്ലോ അല്ലെ. And while we are in Missouri, we will get some seeds and bulbs and new bell for the white cow and the pullover for your father and shoes for you. ഇപ്പൊ ആവേശമൊക്കെ കൂടിയില്ലേ. അപ്പൊ എന്ത് പറയാണ്, while we are in Missouri, മസോറിയിലോട്ട് നമ്മൾ പോകുന്ന ആ വേളയിൽ we will get some seeds, നമുക്ക് എന്ത് വാങ്ങണം, കുറച്ച് സീഡ്സ്, കുറച്ച് വിത്തുകൾ വാങ്ങണം. ബൾബ് നമ്മുടെ വീട്ടിലുള്ള ബൾബ്സ് അല്ല കേട്ടോ മക്കളെ, കിഴങ്ങ് വർഗത്തിന്റെ വിത്തുകളാണ് കേട്ടോ, കിഴങ്ങ് വർഗത്തിന്റെ വിത്തുകൾ, അതിനാണ് ബൾബ്സ് എന്ന് പറയുന്നത്. ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ, നമ്മുടെ വെള്ളപ്പശുവിന് ഒരു മണി വാങ്ങണം, ഒരു ബെല്ല് വാങ്ങണം കഴുത്തിൽ കെട്ടാൻ. ആൻഡ് ദ ബുൾ ഓവർ ഫോർ ഫാദർ, തണുപ്പ് കാലത്തിടുന്ന ഒരു ബുൾ ഓവർ, ഒരു സ്വെറ്റർ അല്ലെ, തണുപ്പ് കാലത്തിടുന്ന ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വെറ്റർ അച്ഛന് വാങ്ങണം. ആൻഡ് ഷൂസ് ഫോർ യു, നിനക്കൊരു ഷൂവും വാങ്ങണം. നൗ ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. said Manny's father, are you going there to have your eye tested or are you going on a shopping trip? എന്താണ്, നിങ്ങൾ അവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോവാണോ, അതോ ഒരു ഷോപ്പിംഗ് അല്ലെ, ഒരു ഷോപ്പിംഗ് ട്രിപ്പിന് പോവാണോ? ആൻഡ് I have got only 100 rupees to spare. നിങ്ങൾക്ക് ചെലവഴിക്കാൻ, സ്പെയർ മീൻസ് എന്താണ്, നിങ്ങൾക്ക് ചെലവാക്കാൻ വെറും ഒരു 100 രൂപ മാത്രമേ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തരികയുള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്, നിങ്ങൾ 100 രൂപ വെച്ചിട്ട് വേണം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. We will manage, said Manny. ഞങ്ങൾ അത് വെച്ചിട്ട് മാനേജ് ചെയ്തോളാം. We will sleep at the bus shelter. ഞങ്ങൾ എന്ത് ചെയ്യാം, ബസ് ഷെൽട്ടറിൽ, ബസ് ഷെൽട്ടർ പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ കിടന്നോളാം. No, we won't, said Granny. ഇല്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഗ്രാനി പറയാണ്.
ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. ഞാൻ എന്റെ വക 50 രൂപ എന്റെ അടുത്തുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ 50 രൂപ മാറ്റി വെച്ചത് എന്റെ കയ്യിലുണ്ട്. ആൻഡ് വി വിൽ സ്റ്റേ അറ്റ് ഹോട്ടൽ. നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടലിൽ തന്നെ താമസിക്കാം. Early next morning, in a light drizzle, Granny and Mani set out on the path to Nain. Okay, അങ്ങനെ എന്തായി മക്കളെ, യാത്ര തുടങ്ങുകയാണ് കേട്ടോ. Early next morning, വളരെ നേരത്തെ അടുത്ത ദിവസം, in a light drizzle, ഒരു ചെറിയ ഡ്രിസിൽ അല്ലെ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. And Mani set out means എന്താ മക്കളെ, ഒരു യാത്ര തുടങ്ങുക അല്ലെ. On the path to Nain, ഏത് എങ്ങോട്ടുള്ള path means വഴി അല്ലെ, to Nain. അങ്ങനെ നൈനിലോട്ടുള്ള ആ ഒരു വഴിയിലോട്ടുള്ള ഒരു യാത്ര നമ്മുടെ മുത്തശ്ശിയും പേരക്കുട്ടിയും തുടങ്ങിയാണ്. രാവിലെ നല്ല ഡ്രിസിലൊക്കെ ഉണ്ട് കേട്ടോ. അവർ യാത്ര തുടങ്ങുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. മാനി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡർ അല്ലെ. മാനി അവന്റെ ഷോൾഡറിൽ ഇങ്ങനെ മടക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബെഡ് ഉണ്ട് അല്ലെ. നിങ്ങൾ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സ്മോൾ ബെഡിങ് റോൾ അല്ലെ, ഒരു ബെഡ് ഇങ്ങനെ റോൾ ചെയ്ത് മടക്കി അവന്റെ ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് അല്ലെ, ഒരു തുണിയുടെ ഒരു വലിയ ഷോപ്പിംഗ് ബാഗ് അല്ലെ, ഒരു വലിയ ബാഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജ്ഞാനി കൈ പിടിച്ചിട്ടുള്ളത്. ആൻഡ് ആൻ അംബ്രല്ല, ഒരു കുടയുമുണ്ട്. Whenever you feel tired, you will take the rest, said Nani. നിങ്ങൾ എപ്പോഴാണോ ടയേർഡ് ആവുന്നത് അപ്പൊ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. എന്താണ്, whenever you feel tired, we will take rest അല്ലെ. നിങ്ങൾ എപ്പോഴാണോ ഞാനീ ക്ഷീണിക്കുന്നത്, we will take rest. ആ സമയത്ത് നമ്മുടെ യാത്ര ഒരു റെസ്റ്റ് എടുക്കും എന്നാണ്. അപ്പൊ ഞാനീ പറയാണ്, we have only just started out. നമ്മളിപ്പോ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. We will rest when you are hungry. When you are hungry, നിനക്ക് വിശക്കുമ്പോൾ നമ്മള് റെസ്റ്റ് എടുക്കും അല്ലെ. ഇത് അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു സ്നേഹബന്ധമാണ് കാണുന്നത് അല്ലെ. ഒരു പരസ്പരമുള്ള ഒരു കെയറിങ് ഉണ്ട് അല്ലെ. മുത്തശ്ശിക്ക് ക്ഷീണം വരുമ്പോ നമുക്ക് റെസ്റ്റ് എടുക്കാം, നടത്തം നിർത്തിയിട്ട് എന്ന് ആ കുട്ടി പറയുമ്പോ മുത്തശ്ശിയോടുള്ള ഒരു കെയറിങ് ആണ് അല്ലെ. മുത്തശ്ശി തിരിച്ചെന്താ പറയുന്നത്, അതിന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലെ, നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ, നമ്മൾ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത്, നിനക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പൊ നമ്മൾ റെസ്റ്റ് എടുക്കാം അല്ലെ. പരസ്പരമുള്ള ഒരു നല്ല സ്നേഹം അല്ലെ മക്കളെ. സോ they walked at a steady pace അല്ലെ. സ്റ്റഡി പേസ് എന്ന് പറഞ്ഞാൽ എന്താ, കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടക്കൂല, നമ്മളിങ്ങനെ കറക്റ്റ് വേഗതയോട് കൂടിയിട്ട്, കുറച്ച് സ്ലോ ആക്കി കുറച്ച് സ്പീഡാക്കി അങ്ങനെയല്ല, ഒരു കറക്റ്റ് വേഗതയോട് കൂടിയിട്ട് നടക്കുക, അതിനാണ് സ്റ്റഡി പേസ് എന്ന് പറയുന്നത്. വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്, ഒരുപാടൊന്നും സംസാരിക്കാതെ ഒരു കറക്റ്റ് ആയിട്ടുള്ള വേഗതയോട് കൂടിയിട്ട് അവരിങ്ങനെ നടന്നു പോവുകയാണ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് whirled overhead അല്ലെ. എന്താണ്, അവരുടെ ഒരു കൂട്ടം തത്തകള് അവരുടെ മുകളിലായിട്ട് ഇങ്ങനെ തലക്ക് മുകളിൽ, ഓവർഹെഡ് തലക്ക് മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബ്രെ സ്കൈ. എന്താണ് മക്കളെ, ആ ഒരു ഇരുണ്ട, സോംബ്ര മീൻസ് ഇരുണ്ട, ഒരു ഇരുണ്ട ആകാശത്ത് അവരുടെ ആ പച്ചയും റെഡും കളർന്നിട്ടുള്ള അവരുടെ ആ ഒരു നിറം ഉണ്ടല്ലോ, അവരുടെ ചുണ്ടിന്റെയും അവരുടെ ആ നിറം ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ മുകളിലൂടെ ഇങ്ങനെ അവരുടെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. There were no other sound, മറ്റൊരു സൗണ്ടും അവിടെ കേൾക്കുന്നില്ല. Except for the hiss and the gentle patter of the rain. എന്ത് മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ, മഴയുടെ പാറ്റർ സൗണ്ട് അല്ലെ, ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശബ്ദവും, അതേപോലെ തന്നെ അതിന്റെ ഒരു ഹിസ്സിങ് സൗണ്ട് ഉണ്ട് അല്ലെ. ഹിസ്സിങ് സൗണ്ട് പറഞ്ഞാൽ എന്ന് പറയുന്ന ചാറ്റൽ മഴയ്ക്ക് ഉണ്ടാവുന്ന ഒരു സൗണ്ടും ആ പാറ്റർ വോയിസും മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ, മറ്റൊരു സൗണ്ടും തന്നെ കേൾക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാനി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറി ഫ്രം എ ബുഷ് അല്ലെ. മാനി അവന്റെ നടത്തൊന്ന് നിർത്തുകയാണ്. എന്തിനാ നിർത്തിയത് മക്കളെ, പിക്ക് ചെയ്യാണ്. എന്ത്, വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം ബുഷ് അല്ലെ. അവിടെയുള്ള കുറ്റിക്കാടുകൾ, ബുഷ് മീൻസ് എന്താണ്, കുറ്റിക്കാട്. ആ കുറ്റിക്കാടിൽ നിന്നും വൈൽഡ് ബ്ലാക്ക്ബെറീസ്, വൈൽഡ് പറഞ്ഞാൽ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ബ്ലാക്ക്ബെറീസ് ഉണ്ട് അല്ലെ, അത് എടുത്ത് പൊറുക്കി തിന്നാൻ വേണ്ടിയിട്ട്, പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവന്റെ യാത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. Granny was not fond of berries and did not slacken her pace. പക്ഷെ ഗ്രാനിക്ക് എന്തല്ല, ബെറീസ് ഇഷ്ടമല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ did not slacken her pace. slacken മീൻസ് എന്താണ്, വേഗത കുറക്കുക.
അതുകൊണ്ട് തന്നെ അവരുടെ പേസ് മീൻസ് ആ നടത്തത്തിന്റെ വേഗത കുറക്കാൻ. പേസ് മീൻസ് എന്താണ്? ആ നടത്തമാണ് കേട്ടോ, വാക്കിംഗ് ആണ്. ആ ഒരു കറക്റ്റ് ഡിസ്റ്റൻസോട് കൂടിയിട്ട് ആ ഒരു നടത്തം എന്ന് പറഞ്ഞു അല്ലെ, കറക്റ്റ്. ആ ഒരു നടത്തത്തിന്റെ വേഗത കുറക്കാൻ ഞാൻ റെഡി ആയിട്ടില്ല, ഞാൻ നടന്നു പോവാണ്. കുട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മാനിയാണ് അവിടുന്ന് നടത്തം നിർത്തിയത്. മാനി ഹാഡ് ടു റൺ ടു കാച്ച് അപ്പ് വിത്ത് ഹർ. അതുകൊണ്ട് തന്നെ മാനിക്ക് എന്ത് ചെയ്യുന്ന വേണ്ടി ഒന്ന് ഓടേണ്ടി വന്നു അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട്. കാച്ച് അപ്പ് മീൻസ് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് എന്താണ്? അവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് മാനിക്കൊന്ന് ഓടേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അല്ലെ, ഇപ്പൊ മാനിയുടെ ചുണ്ടുകളൊക്കെ എന്തായിട്ടുണ്ട് മക്കളെ? ലിപ്സ് ഒക്കെ നല്ല റെഡ് പർപ്പിൾ കളറായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് പർപ്പിൾ കളർ ആവാൻ കാരണം? അവൻ ബെറീസ് കഴിച്ചല്ലോ അല്ലെ. അപ്പൊ ബെറീസിന്റെ ഒരു പർപ്പിൾ കളർ ഇപ്പൊ അവന്റെ നാവിലും ചുണ്ടിലൊക്കെ എന്തായിട്ടുണ്ടാവും? വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മളും അങ്ങനെ മൾബറി ഒക്കെ കഴിക്കുമ്പോ നമുക്കും വരാറില്ലേ? അതുപോലെ. ഓക്കെ. The rain stopped and the sun came out. അങ്ങനെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മഴയൊക്കെ നിന്നു, സൂര്യനൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നു. Came out means പുറത്തോട്ട് വന്നു. Below them the light green of the field stood out against the dark green of the forest, and hills were bathed in golden sunshine. എന്താണ് മക്കളെ? അപ്പൊ അവരിങ്ങനെ ഒരു കുന്നിൻ ചെരുവിലൂടെയാണല്ലോ കയറി പോകുന്നത്. അപ്പൊ ബിലോ ദം, അവർക്ക് താഴെ അവർക്ക് എന്ത് കാണാം? ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്. അവിടെ ആ പാടത്തുള്ള ഒരു പച്ച വിരിച്ച പാടത്തോട്ട് ഒരു ലൈറ്റ് ചെല്ലുമ്പോ ഉണ്ടാവുന്ന ആ ഒരു പച്ചപ്പുല്ലിന്റെ ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ പാടത്തിന്റെ, അതും സ്റ്റൂഡ് അഗെയിൻസ്റ്റ് ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് അല്ലെ. അതിന്റെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഉണ്ട്, അവിടെയുള്ള ആ ഇരുണ്ട വെളിച്ചത്തിൽ നിന്നും അവർക്ക് ഇപ്പൊ പച്ച വിരിച്ച ആ ലൈറ്റ് വെളിച്ചത്തെ അല്ലെ, അത് എന്ത് ചെയ്യാം? നേരത്തെ പച്ച വിരിച്ചിട്ടുള്ള ആ പാടത്തിന്റെ ആ ഒരു വെളിച്ചത്തെ അവർക്ക് വേറിട്ട് കാണാമായിരുന്നു. ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ അല്ലെ. കുന്നിൻ മലകൾ അല്ലെ, ഹിൽസ് കുന്നിൻ മലകൾ അല്ലെ, കുന്നിൻ മലകൾ ചെരുവുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ മലകളൊക്കെ എന്തിനു കുളിച്ചു നിൽക്കുകയാണ്? ബാത്ത്ഡ് മീൻസ് എന്താണ്? കുളിച്ചു നിൽക്കുക. ഗോൾഡൻ സൺഷൈൻ അല്ലെ, സ്വർണ്ണ നിറത്തിലുള്ള ആ വെള്ളി വെളിച്ചത്തില്, സൂര്യപ്രകാശത്തില്, സൂര്യകിരണങ്ങളിൽ അല്ലെ, സ്വർണ്ണ വെളിച്ചം പകരുന്ന ആ സൂര്യകിരണങ്ങളിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുകയാണ് എന്ത്? മലകൾ, ഹില്ലുകൾ എന്നാണ് അല്ലെ. ആൻഡ് മാനി റൺ ഹെഡ് അല്ലെ, മാനി എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ഓടിക്കൊണ്ട് പോവാണ്. ഇതൊക്കെ ആസ്വദിച്ചിട്ടോ. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി ഹി കോൾഡ്. മുത്തശ്ശി നിങ്ങൾക്ക് ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് എന്ത് ചെയ്യാം? വഴികൾ കാണാം, ആ മുമ്പിൽ കാണുന്ന വഴി കാണാം, എനിക്ക് നടക്കാനുള്ള വഴി കാണാം, എനിക്ക് നിന്റെ വൈറ്റ് ഷർട്ട് കാണാം, അത് മതി എനിക്ക് മുന്നോട്ട് പോവാൻ എന്നാണ് പറയുന്നത്. രണ്ടും മതി. ഓക്കെ, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് ഇപ്പോ ഇത് രണ്ടും മതി. എന്ത്? മുന്നോട്ട്. എന്താണ്? പേരക്കുട്ടി കൂടെ ഉണ്ട്, വഴിയും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? ഇത് മതി എനിക്ക് മുന്നോട്ട് നടക്കാൻ എന്നാണ് പറയുന്നത്. ഗ്രാനി ആൻഡ് മാനി ate their light meal on the road side അല്ലെ. അവരുടെ നടത്തൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റോഡ് സൈഡിൽ ഇരുന്നിട്ട് അവരുടെ ആ ചെറിയ ലഘുഭക്ഷണം, ലൈറ്റ് മീൽ മീൻസ് ലഘുഭക്ഷണം അവരെന്ത് ചെയ്യാണ്? കഴിക്കുകയാണ്. ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ വിസ്പറിംഗ് പൈൻ അല്ലെ. വിസ്പറിംഗ് മീൻസ് എന്താണ്? മന്ത്രിക്കുന്ന പൈൻ പറഞ്ഞ എന്താ? മയത്തും കാറ്റിലൊക്കെ ഇങ്ങനെ ആ ഒരു മനോഹാരത്തെ ഒന്ന് വർണ്ണിക്കുകയാണ് കേട്ടോ. ആ വിസ്പറിംഗ് പൈനിന്റെ ഷെയ്ഡിൽ ഇരുന്നു കൊണ്ട് അല്ലെ. ഷെയ്ഡ് മീൻസ് എന്താണ്? അതിന്റെ ആ ഒരു നിഴലില്, ആ ഒരു തണലിൽ ഇരുന്നു കൊണ്ട്, ആ ഒരു ഷെയ്ഡിൽ, ആ ഒരു തണലിൽ ഇരുന്നു കൊണ്ട് അവരെന്ത് ചെയ്യാണ്? ആ ഭക്ഷണം കഴിക്കുകയാണ്. ആൻഡ് ഡ്രാങ്ക് ഫ്രം സ്പ്രിംഗ് അല്ലെ. സ്പ്രിംഗ് പറഞ്ഞാൽ സ്പ്രിംഗ് സീസൺ ഒന്നല്ല അല്ലെ. സ്പ്രിംഗ് പറഞ്ഞാൽ ചെറിയൊരു അരുവി ഉണ്ടാവും അല്ലെ, ചെറിയ നീരുറവകളൊക്കെ ഉണ്ടാവും. ഈ മലഞ്ചെരുവിലൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നുണ്ടാവും അല്ലെ. അതിൽ നിന്നും അവരെന്ത് ചെയ്യാണ്? വെള്ളം കുടിക്കുകയാണ്. ബൈ ദ ലൈറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി അബോവ് നൈൻ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യാണ്? അവര് ആ ഒരു 9 അവര് വീണ്ടുള്ള യാത്ര തുടങ്ങുകയാണ്. എപ്പോ? ഒരു ലൈറ്റ് ആയിട്ട്, ആഫ്റ്റർനൂൺ പറഞ്ഞാല് വൈകുന്നേരം അല്ലെ, ഒരു ലൈറ്റ് ആഫ്റ്റർനൂണിൽ അവര് എന്ത് ചെയ്യാണ്? 9 എത്തുകയാണ്. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മാനി, ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ ദ അങ്കിൾ ഹൗസ്. മാനി എന്ത് പറയാ? നമ്മൾ ഏകദേശം അവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്, എനിക്ക് ഇവിടുന്ന് എന്ത് കാണുന്നുണ്ട്? അമ്പലം കാണുന്നുണ്ട്, നമ്മുടെ നിയർ ദ അങ്കിൾ ഹൗസ്. അങ്കിൾ ഹൗസിന്റെ അടുത്ത് നമ്മുടെ അങ്കിളിന്റെ വീടിന്റെ അടുത്തുള്ള 9 അങ്കിളിന്റെ വീട്. ആ അങ്കിളിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലം നമുക്ക് കാണുന്നുണ്ട്. അമ്പലം ഇപ്പൊ ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ, ദൂരത്തു നിന്നൊക്കെ നോക്കുമ്പോ കാണും അല്ലെ. അപ്പൊ നമുക്ക് അമ്പലമൊക്കെ കാണുന്നുണ്ട്, നമ്മൾ ഏകദേശം അവിടെ എത്തിന എന്ന് മാനി
ഗ്രാനിയോട് പറയാണ്. I can't see a thing, said Granny. എനിക്കിപ്പോ ഒന്നും കാണുന്നൊന്നുമില്ല. That's because of the mist. There is a thick mist coming up the valley. എന്തുകൊണ്ടാണ്? Because of mist. Mist എന്താണ്? മഞ്ഞ് കൊണ്ടാണ് എനിക്കൊന്നും കാണാത്തത്. There is a thick mist. നല്ല കട്ടിയിലുള്ള എന്തുണ്ട്? മഞ്ഞുകള് കമ്മിങ് അപ്പ് ദ വാലി. താഴ്വരകളിൽ നിന്നും. വാലി മീൻസ് എന്താണ്? താഴ്വര കേട്ടോ. താഴ്വരകളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള നല്ല കട്ടിയുള്ള മഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. It began raining heavily as they entered the small market town on the banks of the river. അല്ലെ, ആ പുഴയുടെ അരികിലുള്ള ബാങ്ക്സ് ഓഫ് ദ റിവർ എന്ന് പറഞ്ഞാല് പുഴയുടെ അരികിലുള്ള ആ ഒരു മാർക്കറ്റ് ടൗണിലോട്ട്, ചെറിയൊരു മാർക്കറ്റ് ടൗൺ അവിടെ ഉണ്ട്. അവിടേക്ക് പ്രവേശിച്ചപ്പോൾ എന്തായി? നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. റെയിനിങ് ഹെവിലി ആണ് കേട്ടോ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഗ്രാനീസ് അംബർല വാസ് ലീക്കിംഗ് ബാഡ്ലി. ഗ്രാനിയുടെ അംബർല ആണെങ്കിലോ നന്നായിട്ട് ചോർന്നൊലിക്കുന്നുണ്ട്. Okay, but they were soon drying themselves in uncle's house and drinking glasses of hot and sweety milk tea. പക്ഷെ അവരെന്ത് ചെയ്യാനാ? പെട്ടെന്ന് ഡ്രൈ ഒക്കെ അവർ പെട്ടെന്ന് ഡ്രസ്സൊക്കെ അവർ പെട്ടെന്ന് ഉണങ്ങി അങ്കിളിന്റെ വീട്ടിലെത്തിയപ്പോ നല്ല ഒരു ഗ്ലാസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്ക് ഇട്ട് നല്ലൊരു പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള മിൽക്കി ആയിട്ടുള്ള നല്ല ചൂടായിട്ടുള്ള ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചപ്പോഴേക്കും അവരെന്തായി? പെട്ടെന്ന് തന്നെ അവര് ഒന്ന് ഹോട്ടൊക്കെ ആയിട്ട് അവരൊന്ന് ഉണങ്ങി. മാനി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ്. അല്ലെ, അവിടെ അവര് സ്റ്റേ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അടുത്ത മോർണിംഗിൽ രാവിലെ തന്നെ മാനി വളരെ നേരത്തെ ഗോട്ട് അപ്പ് മീൻസ് എണീക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് ഫ്രേസർ വെർബ്സ് കേട്ടോ മക്കളെ, ഓർത്ത് വെച്ചോളും. മാനി എന്ത് ചെയ്യാണ്? വളരെ മോർണിംഗിൽ തന്നെ എണീൽക്കുകയാണ്. ആൻഡ് റൺ ഡൗൺ ടു ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. എന്നിട്ട് അവന് ഓടുകയാണ്, താഴോട്ട് ഓടുകയാണ്. എങ്ങോട്ട്? ആ നാരോ സ്ട്രീറ്റ് ടു ദ ബാത്ത് റിവർ. അല്ലെ, ആ പുഴയുടെ അവിടെയുള്ള ആ ഒരു സ്ട്രീറ്റിലൂടെ, ആ സ്ട്രീറ്റ് ഇടുങ്ങിയ ആ ഒരു സ്ട്രീറ്റിലൂടെ. നാരോ സ്ട്രീറ്റ് മീൻസ് എന്താണ്? നാരോ ഇടുങ്ങിയ സ്ട്രീറ്റ്, തെരുവ് കേട്ടോ. ആ ഇടുങ്ങിയ തെരുവിലൂടെ ടു ബാറ്റ് ടു ദ ഇൻ ദ റിവർ. അല്ലെ, പുഴയിലോട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അവന് രാവിലെ തന്നെ എണീറ്റിട്ട് ഓടുകയാണ്. ആസ് മാനി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് ദ ബസ് ഹോൺ. അല്ലെ, കുളിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് മാറ്റുമ്പോ അവൻ എന്ത് കേൾക്കുന്നുണ്ട്? ബ്ലെയർ ഓഫ് ബസ്സിലെ ചില ഏരിയ ബസ് നല്ല ഹോണായിരിക്കും വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഇപ്പത്തെ പോലത്തെ ഒന്നല്ല, പണ്ടൊക്കെ എല്ലാ ബസ്സുകളുടെ ഹോൺ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ശബ്ദമാണ് ഉണ്ടാവും. അല്ലെ, ആ ബസ്സിന്റെ ഹോൺ ഇങ്ങനെ അലറുന്നൊരു ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്? അവന് കേൾക്കുകയാണ്. There was only one bus to Missouri. മസോറിയിലേക്ക് ആകെ ഒറ്റ ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ് ദ സ്ലോപ്പ്. അല്ലെ, എന്താണ് സ്കാമ്പേർഡ് മീൻസ്? നല്ല സ്പീഡിൽ നടന്നു ഓടുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു നടത്തല്ലേ, അതിനാണ് സ്കാമ്പേർഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു സ്ലോപ്പിലൂടെ അവൻ എന്ത് ചെയ്യാണ്? സ്ലോപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞ പ്രദേശം കേട്ടോ, അതിലൂടെ അവൻ ഇങ്ങനെ സ്പീഡില് ഓടി നടക്കുകയാണ്. ആൻഡ് വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ് if they would miss it. എന്താണ്? wondering if they would miss it. എന്താണ്? അവന് പേടിയുണ്ട്. എന്താണ്? അവന് ബസ് മിസ്സാവോ എന്നുള്ള ഒരു പേടിയുണ്ട്. but Granny was waiting for him at the bus stop. പക്ഷെ ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബസ് സ്റ്റോപ്പിൽ അവനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്ററി. എന്താണ്? റിക്കറ്റി ആണ്. റിക്കറ്റി മീൻസ് എന്താണ് മക്കളെ? റിക്കറ്റി മീൻസ് പഴകിയ തല്ലിപ്പൊളി ബസ് നമ്മൾ പറയില്ലേ, അത് തന്നെ കേട്ടോ. അധികം ഭയങ്കരമായിട്ടുള്ള പഴകിയ ബസ്, വല്ല സ്ട്രോങ് ഒന്നും അല്ലാത്ത ഒരു ഒന്നൊന്നര മോശം ബസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ബസ് കേട്ടോ. റാറ്റിൽഡ്. അങ്ങനത്തെ ബസ്സിന് വേറൊരു പ്രശ്നം ഉണ്ടാവും. കടകടാന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം ഉണ്ടാവും. അല്ലെ, അതിനാണ് റാറ്റിൽഡ് എന്ന് പറയുന്നത്. ആ ഒരു ശബ്ദവും സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽവ്സ് സ്പീക്കിംഗ്. അപ്പൊ ഈ ബസ് വളരെ ഓൾഡ് ആയിരുന്നു, റിക്കറ്റഡ് ആയിരുന്നു, വളരെ സ്ട്രോങ് ഒന്നും അല്ലാത്ത റാറ്റിൽഡ് പറഞ്ഞ ഭയങ്കര ശബ്ദമൊക്കെ ഉള്ള ബസ് ആയത് കൊണ്ട് തന്നെ ദ പാസഞ്ചേഴ്സ്, അതിലുള്ള യാത്രക്കാർക്ക് കുഡ് ബെയർലി കേൾക്കാനൊന്നും സാധിക്കുന്നില്ല. ബെയർലി ഹെയർ, ഒട്ടും തന്നെ കേൾക്കാൻ സാധിക്കുന്നില്ല. ദംസെൽവ്സ് സ്പീക്ക്, അവർ പരസ്പരം പറയുന്നതൊന്നും അവർക്ക് കേൾക്കുന്നില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു ബസ്സും അതിന്റെ ശബ്ദമൊക്കെ അങ്ങനെ ആയിരുന്നു.
The driver drove at some speed. ബസ്സൊക്കെ മോശമാണെങ്കിലും ഡ്രൈവിംഗ് എന്താണ് അത്യാവശ്യം സ്പീഡിൽ തന്നെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നുണ്ട്. And whenever he went round a bend, everyone the bus was thrown about. അല്ലെ ഇതൊരു കുന്നിൻ ചെരുവാണല്ലോ അല്ലെ. അപ്പൊ ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ മലകൾ ഇങ്ങനെ കേറി ഇറങ്ങിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ടൗണിലോട്ട്. ഇപ്പൊ ഇങ്ങനെ ഇറക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഈ റൗണ്ട് ഇങ്ങനെ ഓരോ തവണ ബസ് ചുറ്റുമ്പോഴും അതിലുള്ള ഓരോ ആളുകളും ത്രോൺ അബൌട്ട്, ബസ്സിൽ നിന്ന് എടുത്തെറിയാന്ന് പറയില്ലേ, ബസ്സിൽ നിന്ന് എടുത്തെറിയാന്ന് പറയാം. സീറ്റിൽ നിന്ന് ഇങ്ങനെ പൊന്തുന്നുണ്ട്. ഓരോ റൗണ്ട് ഇങ്ങനെ അദ്ദേഹം എടുക്കുന്നോറും ബസ്സിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ ത്രോൺ അബൌട്ട്, തെറിച്ച് വീഴുന്ന പോലെ ആവുന്നുണ്ട്. In spite of all the noise and confusion, Granny fell. ഈ എല്ലാ സൗണ്ടും ഈ കൺഫ്യൂഷൻസ് സംഘർഷാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാനി fell asleep. നാനി നന്നായിട്ട് ഉറങ്ങുകയാണ്. Her head resting against Manny's shoulder. അല്ലെ, അവിടെയും നമുക്ക് ആ ഒരു സ്നേഹം കാണാം അല്ലെ, ഒരു കെയറിങ് കാണാം. മാനിയുടെ ഷോൾഡറിൽ തല വെച്ചിട്ട് ഗ്രാനി എന്ത് ചെയ്യാണ്, ഈ ഒരു ചാട്ടവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് ഉറങ്ങുകയാണ്. സഡൻലി പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ദ ബസ് കെയിം ടു ദ ഗ്രൈൻഡിങ് ഹോൾട്ട്. അല്ലെ, എന്താണ് മക്കളെ, ഒരു ശക്തമായിട്ട് എന്തോ ഒന്ന് ചെന്നിട്ട് നമ്മുടെ ബസ് അങ്ങോട്ട് നിൽക്കുകയാണ് അല്ലെ. ഓക്കെ, എന്തോ ഒരു ശക്തമായിട്ടുള്ള ഒരു അടി. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദർ സീറ്റ്. അല്ലെ, അവരുടെ സീറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആളുകൾ അങ്ങോട്ട് എടുത്ത് എറിയാണ് അല്ലെ, മുമ്പിലോട്ട് അങ്ങോട്ട് തെറിച്ച് വീഴുകയാണ്. വാട്ട്സ് ഹാപ്പനിങ്, ഗ്രാനി ആസ്ക്ഡ്. ഹാവ് വി അറൈവ്ഡ്? എന്താ ഗ്രാനി നെറ്റ് വന്നിട്ട് ചോദിക്കണേ, എന്താ പറ്റിയത്? വി അറൈവ്ഡ്, നമ്മൾ അവിടെ എത്തിച്ചേർന്നോ? അറൈവ്ഡ് മീൻസ് എത്തിച്ചേർന്നോ? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ഓൺ ദ റോഡ് സെഡ് മാനി. മാനി പറയില്ല, ഇല്ല, എന്തോ റോഡിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നതാണ്, എന്തോ ഒരു തടസ്സം വന്നതാണ്. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ്. എന്താണ്, അതൊരു ഉരുൾപൊട്ടലാണ് എന്ന് പറയണേ. എക്സ്ക്ലൈംഡ് സമൺ, ഒരാൾ അതിശയത്തോട് കൂടിയിട്ട് പറയണ അത് ഉരുൾപൊട്ടലാണ്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ് ഔട്ട് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. എല്ലാ പാസഞ്ചേഴ്സും അവരുടെ തല ഇങ്ങനെ ജനലിലൂടെ പുറത്തോട്ടിട്ട് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അത് ചെറിയൊരു ഉരുൾപൊട്ടൽ എന്നല്ല, നല്ലൊരു ഉരുൾപൊട്ടൽ തന്നെയാണ് മലയുടെ മുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. എർത്ത്, trees and the bushes had given way and come crashing down, completely blocking the road. Earth means എന്താ മക്കളെ, ഇവിടെ മണ്ണാട്ടോ, ഐ മീൻ ഭൂമി, മണ്ണ്. ട്രീസ്, മരങ്ങൾ, ബുഷസ്, ചെടികൾ എല്ലാം എന്താണ്, ഗിവൻ വേ ആൻഡ് സം ക്രാഷിംഗ് ഡൗൺ. ക്രാഷിംഗ് ഡൗൺ പറഞ്ഞാല് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് താഴോട്ട് വീഴുക, അതിനാണ് ക്രാഷിംഗ് ഡൗൺ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ബ്ലോക്ക്, ഇങ്ങനെ താഴോട്ട് ഇതൊക്കെ പാടെ വീണിട്ട് റോഡ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആയിട്ട് ഉണ്ട്. And now was it over yet? പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ല. ഓക്കെ, debris was still falling. എന്താ മക്കളെ debris എന്ന് പറഞ്ഞ, നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞാൽ അതിനുശേഷം ഇങ്ങനെ മേലെന്ന് ഇങ്ങനെ അതിന്റെ അവശിഷ്ടങ്ങളും സാധനങ്ങളും അതിന്റെ കല്ലുകൾ ബാക്കി വന്നത് ഇങ്ങനെ ഉണ്ടാവും അല്ലെ. അതുപോലെ മരങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞ മരങ്ങള്, കമ്പുകളൊക്കെ, അങ്ങനെയുള്ള ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ സ്റ്റിൽ ഫോളിങ്, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് അല്ലെ. And Manny saw rocks hurtling down the hill and into the river. അല്ലെ, മാനി എന്ത് കാണുന്നുണ്ട്, വലിയ വലിയ പാറക്കല്ലുകള്. ഹെർലിംഗ് മീൻസ്, ഹെർലിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ശബ്ദത്തോട് കൂടിയിട്ട് ഉരുണ്ട് താഴോട്ട് വരുന്നുണ്ട്. ഹില്ലിൽ നിന്നും, മലയുടെ മുകളിൽ നിന്നും ഇൻടു ദ റിവർ. എന്നിട്ട് താഴെ എന്തുണ്ട്, ഒരു പുഴയുണ്ട്. ആ പുഴയിലോട്ട് മുകളിൽ നിന്നും പാറക്കല്ലുകളൊക്കെ ഉരുണ്ട് വരുന്നതൊക്കെ മാനി ഇങ്ങനെ കാണുകയാണ്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. അല്ലെ, അപ്പൊ ഗ്രാനി പറയാണ് ബസ് ഇവിടെ നിർത്തിയിടാൻ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല, ഇവിടെ ബസ് നിർത്തുന്നത് സേഫ് അല്ല. ആൻഡ് ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിന്റ് സീ തിങ്സ്. അല്ലെ, അവർക്ക് കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നൊന്നുമില്ല. പുറത്തെന്താണ് വീണ് കിടക്കുന്നതെന്ന് കാണുന്നില്ല, അപ്പുറത്തെന്താ ഇപ്പുറത്തൊന്നും കാണുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാണ്, മൊത്തത്തിലൊന്നും ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയാണ് ഇവിടെ ബസ് അധികം നിർത്തിടാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ല. Even as she spoke, അവര് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ a shower of the stone and the small rocks came
clattering down on the roof of the bus. അല്ലെ, അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, ഒരുപാട് കല്ലുകളും പാറ കഷ്ണങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, clattering down വന്ന് വീഴുകയാണ് on the roof of the bus, ബസിന്റെ മുകളിലോട്ട്. Passengers cried out in alarm and the driver began reversing as the more rocks came crashing down. അല്ലെ, അതിലുള്ള ജനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, പാസഞ്ചേഴ്സ് യാത്രക്കാരൊക്കെ എന്ത് ചെയ്യാണ്, ഉറക്കെ നിലവിളിക്കുകയാണ്. ഡ്രൈവർ എന്ത് ചെയ്തു, അവരുടെ ബസ് റിവേഴ്സ് എടുക്കുകയാണ്, അല്ലെ, ബാക്കിലോട്ട് എടുക്കുകയാണ്. ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അല്ലെ, ഒരുപാട് കല്ലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇങ്ങനെ ബാക്കോട്ടെടുത്തിട്ട് പോവുകയാണ്. I never did trust motor roads, said Granny. ഞാൻ ഈ റോഡ് വഴി, അല്ലെ, ഈ ഒരു വാഹന വഴി എന്ന് പറഞ്ഞത് റോഡ് മാർഗത്തെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. The driver kept backing until they were well away from the landslide. അങ്ങനെ ഡ്രൈവർ എന്ത് ചെയ്യാണ്, ആ ലാൻഡ് സ്ലൈഡിൽ നിന്നും കുറെ ബാക്കിലോട്ട് വന്നിട്ട് വണ്ടി സേഫ് ആയിട്ട് നിർത്തുകയാണ്. Then everyone tumbled out of the bus. അല്ലെ, tumbled out പറഞ്ഞാൽ എന്താ, ചാടി ഇറങ്ങുകയാണ് എല്ലാവരും ബസ്സിൽ നിന്നും. They could tell it would take days to clear the road. അവര് പറയാണ്, ഏകദേശം ഒരു 2 ദിവസമെങ്കിലും എന്ത് എടുക്കും, കുറച്ച് ദിവസം എടുക്കും ഈ റോഡൊക്കെ ഒന്ന് ശരിയാവാൻ. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചർ ഡിസൈഡഡ് ടു റിട്ടേൺ ദ നൈറ്റ് വിത്ത് ദ ബസ്. അല്ലെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുവിധം ആളുകളും എന്ത് തീരുമാനിച്ചു, ആ ബസ്സിൽ എന്ത് ചെയ്യാ, തിരിച്ച് പോവാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. But a few bold spirit agreed to walk to Missouri. പക്ഷെ കുറച്ച് ധൈര്യമുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ബോൾഡ് സ്പിരിറ്റ് ഉള്ള ആളുകൾ, കുറച്ച് ധൈര്യമുള്ള ആളുകൾ എന്ത് തീരുമാനിച്ചു, മസോറയിലോട്ട് നടന്നു പോവാൻ തീരുമാനിച്ചു. Taking a shortcut up the mountain which would bypass the landslide. അല്ലെ, Mani looked to Granny. അല്ലെ, അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, മൗണ്ടൻ, ആ മലയുടെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ബൈപ്പാസിലൂടെ പോയിട്ട് ലാൻഡ് സ്ലൈഡിന്റെ ഒരു സൈഡിലൂടെ ഉള്ള ഒരു ബൈപ്പാസിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, അവിടെ ആ ഒരു മസോറയിലോട്ട് എത്താം. മാനി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. അല്ലെ, മാനി എന്ത് ചെയ്യാണ്, ഗ്രാനിയെ നോക്കുകയാണ്. ഷാൽ വി ഗോ ബാക്ക്, നമുക്ക് തിരിച്ചു നടന്നാലോ, തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് ഓൺലി 10 miles, ഇനി വെറും 10 miles മാത്രമേ ഉള്ളൂ. said Granny. We did that yesterday. നമ്മൾ ഇന്നലെ എത്ര ദൂരം, 10 miles ഒക്കെ നമ്മൾ ഇന്നലെ നടന്ന് ഇങ്ങോട്ട് വന്നില്ലേ, ഇനി ഒരു 10 miles കൂടെ നടക്കാനോ നമുക്ക് ബുദ്ധിമുട്ട് എന്നൊരർത്ഥത്തില് ഞാൻ ചോദിക്കുകയാണ്. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് നാരോ പാത്ത്. എന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, ആ നാരോ പാത്ത് മീൻസ് എന്താണ്, ആ ഇടുങ്ങിയ വഴിയിലൂടെ അവര് നടക്കുകയാണ്. ക്ലൈംബിംഗ് മീൻസ് ഇങ്ങനെ ചാടി കയറി പോകുന്നതിനാണ് ക്ലൈംബിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ബൈ ദ ടൈം ദേ ഗോ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. പോകുന്ന വഴിയിൽ അവരെന്ത് ചെയ്യാണ്, മലയുടെ മുകളിലെത്തുകയാണ്. ഗ്രാനി ആൻഡ് മാനി വർ ഓൺ ദെയർ ഓൺ. അല്ലെ, അവർ രണ്ടുപേരും മാത്രമാണ് അങ്ങനെ നടന്നു പോകുന്നത്. their village was hidden by the range to the north. അല്ലെ, ഇപ്പൊ അവർക്ക് അവരുടെ വില്ലേജ് കാണുന്നില്ല. അല്ലെ, എന്തുകൊണ്ടാണ്, റേഞ്ച് കാരണം, കുന്നിൻ മലകൾ കാരണം, ആ നോർത്ത് ഭാഗത്തുള്ള കുന്നിൻ മലകള് അവരുടെ ആ ഒരു വില്ലേജിനെ ഇപ്പോ മറച്ചിട്ടുണ്ട്. ഫാർ ബിലോ അവർക്ക് കുറെ താഴെയായിട്ട് എന്ത് കാണാം, റഷ്ഡ് റിവർ, കുത്തി ഒലിക്കുന്ന എന്ത് കാണാം, പുഴ കാണാം. ഫാർ എബോ മുകളിലായിട്ടോ സർക്കിൾഡ് ഗോൾഡൻ ഈഗിൾ. അല്ലെ, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഈഗിൾ പരുന്തെന്ത് ചെയ്യുന്നുണ്ട്, വട്ടമിട്ടിങ്ങനെ പറക്കുന്നുണ്ട്. Did you bring any food from uncle's house? asked Mani. എന്താണ്, നിങ്ങള് അങ്കിളിന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഫുഡൊക്കെ എടുത്തിട്ടുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കാണ്. നാച്ചുറലി, ഓഫ് കോഴ്സ്, അല്ലെ, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എടുത്തിട്ടുണ്ട്. ഐ നോ യു വുഡ് സൂൺ ബി ഹംഗ്രി. അല്ലെ, എനിക്കറിയാം നിനക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ വിശക്കുന്ന് എനിക്കറിയാം. ദർ ആർ പാക്രോസ്. അല്ലെ, എന്താണ് പാക്രോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡാട്ടോ. ഫ്രൈഡ് മീറ്റും അതുപോലെ ഇറച്ചിയും അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയിട്ട് നമ്മളൊരു പക്കവടയൊക്കെ ഉണ്ടാവില്ലേ, കൊക്കവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് അവരിങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് നമ്മുടെ പക്കവട പോലെ തന്നെ. അതിനാണ് പാക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ പാക്രോസ് ആൻഡ് ദ ബൺസ് ആൻഡ് ദ പീച്ചസ് ഫ്രം ദ അങ്കിൾസ് ഗാർഡൻ. അങ്കിളുടെ ഗാർഡനിൽ നിന്നും കുറച്ച് പീച്ച് പഴങ്ങളും പിന്നെ ഒരു ബണ്ണും പിന്നെ ഈ പാക്രോസ് പൊരിച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഗുഡ്, നന്നായി. അല്ലെ, മാനി പറയാണ്. ഫോർഗോറ്റിംഗ് ഹിസ് ടയർഡ്നെസ്, അവന്റെ ആ ക്ഷീണമൊക്കെ അതങ്ങ് മാറി. അല്ലെ, അവന്റെ ടയർഡൊക്കെ മറന്നുകൊണ്ട് അവൻ പറയാണ്,
നന്നായി. We will eat as we go along. We will stop when you are tired, Granny. We will eat as we go along. അല്ലേ? നമുക്ക് ഒരുപാട് നടക്കാണ്ട് അല്ലേ? പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. We will stop when you are tired. നിങ്ങൾ എപ്പോഴാണോ ടയേർഡ് ആവുന്നത് അപ്പൊ നമുക്ക് നിർത്താം എന്ന് മുത്തശ്ശി പറയാണ്. I can walk forever, said Granny, laughing. But not, it's raining. This umbrella leaks badly. അപ്പൊ നാനി പറയാണ്, I can walk forever. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇനിയും നടക്കാൻ സാധിക്കും. Laughing, ചിരിച്ചുകൊണ്ട് പറയാണ് കേട്ടോ. But not if it's raining. This umbrella leaks. പക്ഷെ ഈ ഒരു മഴയത്ത് ഇറങ്ങിയാൽ കഴിയില്ല. കാരണം എന്താണ്? എന്റെ അംബർല എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മഴ പെയ്താൽ കഴിയുമെന്ന് അറിയില്ല. കാരണം എന്റെ അംബർല നന്നായിട്ട് ചോർന്നൊലിക്കുന്നുണ്ട്. Down again they went up the next mountain. അല്ലേ? അങ്ങനെ down again വീണ്ടും താഴ്ചകൾ വന്നു. അവർ നടന്നു. up the next morning വീണ്ടും എന്ത് ചെയ്യാണ്? ഉയരമുള്ള മലകളിലോട്ട് കയറി. and over by windswept hillside. അല്ലെ? windswept hillside എന്ന് പറഞ്ഞാല് രണ്ട് മലച്ചെരിവുകൾക്കിടയിൽ കഴിയുന്ന ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അവിടെ കുറച്ച് കാറ്റൊക്കെ അടിക്കുന്നു അല്ലെ? കുന്നും മലകളുടെ ഇടയിലും ഇങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാവില്ലേ? ഇങ്ങനെയുള്ള ഹിൽസൈഡ് ഉണ്ടാവും. കാറ്റൊക്കെ വന്ന് വീശുന്ന കുറച്ച് പരന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. and up through the dark gloomy deodar forest. എന്നിട്ട് എന്തുണ്ട്? ഇവിടെ ഒരു കയറ്റമുണ്ട്. അതുപോലെ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ് അല്ലെ? ദേവദാരു മരങ്ങൾ നിറഞ്ഞിട്ടുള്ള ഇരുണ്ട ഫോറസ്റ്റിലൂടെ അവർ പോകുന്നുണ്ട്. ഇങ്ങനെ കുന്നുകളും മലകളും അതുപോലെ തന്നെ ഹിൽസൈഡുകൾ, കാറ്റൊക്കെ വീശുന്ന ഹിൽസൈഡുകളും ഡിയോഡർ ഫോറസ്റ്റിലൂടെയൊക്കെ അവരിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് അല്ലെ? They saw the light of the Missouri tingling ahead of them. അല്ലെ? ഏകദേശം ഇരുട്ട് ഇങ്ങനെ മൂടിക്കേറി വന്ന സമയത്ത് they saw the light of the Missouri. അവര് മസോറിയിൽ നിന്നുള്ള ഒരു വെളിച്ചം കണ്ടു. tingling ahead of them. അല്ലെ? ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോ അവരുടെ ഒരു ഇതിലൂടെ അവരെന്ത് ചെയ്യാണ്? ഉയർച്ചയിലൂടെ അവർ ദൂരത്തു നിന്നുള്ള മസോറിയിൽ നിന്നുള്ള ചെറിയ വെള്ളി വെളിച്ചം കാണുകയാണ്. തിളങ്ങി നിൽക്കുന്ന വെളിച്ചം. As they came nearer, the light increased. അവരടുത്തെത്തും തോറും അവന്ത് ചെയ്യാണ്? വെളിച്ചം കൂടി വരികയാണ്. Until presently they were in brightly lit bazaar. അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യാണ്? ലിറ്റ് ബസാർ, അവിടുത്തെ ഒരു ടൗൺ ആണ് അല്ലെ? അതിന്റെ ഒരു നല്ല വെളിച്ചത്തെ അവരെന്ത് ചെയ്യാണ്? എത്തിച്ചേർന്നു. ജോസ്റ്റിൽഡ് ഇൻ ദ ക്രൗഡ് അല്ലെ? എന്താണ്? ക്രൗഡ് മീൻസ് എന്താണ്? ജനക്കൂട്ടമാണ് അല്ലെ? ഒരു തിരക്കാണ് കേട്ടോ. ജോസ്റ്റിൽഡ് മീൻസ് ഉന്തും തള്ളും തിരക്കൊണ്ട് ഇങ്ങനെ തള്ളാണ് ആളുകൾ കേട്ടോ. അതാണ് ജോസ്റ്റിൽഡ് എന്ന് പറയുന്നത് കേട്ടോ. And the crowd and the granny kept one hand firmly on his shoulder so that she did not lose him. അല്ലെ? ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൈയെ മാനിയുടെ ഷോൾഡറിൽ ഇങ്ങനെ ഉറപ്പിച്ച്, ഫേമിലി മീൻസ് എന്താണ്? ഫേമിലി മീൻസ് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. and so that she did not lose him. എന്തിനാ പിടിച്ചിട്ടുള്ളത്? അവന് ലോസ് ആവാതിരിക്കാൻ, അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. they asked around for the cheapest hotel. അല്ലെ? ആളുകളോട് അന്വേഷിക്കുകയാണ്, ഇവിടെ ഏതെങ്കിലും ചീപ്പസ്റ്റ് ആയിട്ടുള്ള, റേറ്റ് വളരെ കുറവുള്ള ഹോട്ടൽ താമസിക്കാൻ കിട്ടുമോ എന്നുള്ളത്. ബട്ട് there were no cheap hotel. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല? അവിടെ ചീപ്പായിട്ടുള്ള റേറ്റിലുള്ള ഒരു ഹോട്ടലും ഉണ്ടായിരുന്നില്ല. so they spent night in a ധർമ്മശാല adjoining the temple. എന്താണ്? അവിടെയുള്ള ടെമ്പിളിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ധർമ്മശാലകൾ ഉണ്ടാവും അല്ലെ? അതിഥികൾക്ക് താമസിക്കാനുള്ള അതിഥി വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവും ഈ ടെമ്പിളിന്റെ ഒക്കെ കൂടെ അല്ലെ? അങ്ങനെയുള്ള ശാലകളാണ് ഈ ധർമ്മശാലയൊക്കെ കേട്ടോ. അവിടെ അവരെന്ത് ചെയ്യാണ്? താമസിക്കുകയാണ്. Next morning at the eye hospital they joined a long queue of patient and patients. എന്താണ്? പേഷ്യൻസ് ആണ്. ഒരു പേഷ്യന്റ് ആണ് രോഗികൾ, മറ്റേ പേഷ്യന്റ് എന്താണ്? ക്ഷമ അല്ലെ? നെക്സ്റ്റ് മോർണിംഗിൽ ഐ ഹോസ്പിറ്റൽ അവരെത്താണ്. ദേ ജോയിൻ ദ ലോങ് ക്യൂ. അവരെന്തിൽ ജോയിൻ ചെയ്യാണ്? നീണ്ടു നിൽക്കുന്ന, വളരെ ക്ഷമയോട് കൂടിയിട്ട് പേഷ്യന്റ് ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസിന്റെ കൂടെ അവർ വരിയിൽ നിൽക്കുകയാണ്. വളരെ ക്ഷമയോടുകൂടി നിൽക്കുന്ന രോഗികളുടെ കൂടെയുള്ള വലിയ ഒരു ക്യൂവില് അവരും നിൽക്കുകയാണ്. ദ ഐ സ്പെഷ്യലിസ്റ്റ് a portly man in suit and tie dealt with the patients
in a brisk and kind manner. അല്ലെ അവിടെ ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് എന്തുണ്ട്, ഒരു പൊട്ടല് ഭയങ്കരമായിട്ട് തടിച്ചിട്ടുള്ള ഒരു ഫാറ്റൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. സ്യൂട്ടൊക്കെ ധരിച്ച് ടൈ ഒക്കെ ഇട്ടിട്ടുണ്ട്. അണ്ടിൽ പാഷൻസ് ഇൻ എ ബ്രിസ്ക് അല്ലെ, അത്യാവശ്യം ബ്രിസ്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഗൗരവത്തോട് കൂടിയിട്ട് കുറച്ച് റഫായിട്ട് ഒരു ആക്റ്റീവായിട്ടും എന്നാലും വളരെ ഉഷാറോട് കൂടിയിട്ട് ഇവിടുത്തെ കൈൻഡ് മാന്യം വളരെ മാന്യമായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഒരു സ്ട്രോങ്ങിൽ കൂട്ടൊക്കെ ഇട്ടിട്ട് ഒരാളവിടെ നിൽക്കുന്നുണ്ട്, സൂട്ടും കോട്ടൊക്കെ അണിഞ്ഞിട്ട് കേട്ടോ. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ്, ഒരു മണിക്കൂറിന് ശേഷം, ആ ഒരു വെയിറ്റിംഗിന് ശേഷം ഗ്രാനീസ് ടേൺ കെയിം, ഗ്രാനിയുടെ സമയമെത്തി എന്നാണ് പറയുന്നത്. ടേൺ കെയിം. ഓക്കെ. The doctor looked one horrified look at Granny's glasses. അല്ലെ, ഗ്രാനിയുടെ ആ ഗ്ലാസ്സിലോട്ട് ഒരു ഭയാനകരമായിട്ട് ഹൊറിഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഡോക്ടർ ഒന്ന് നോക്കിയത്. And dropped them in a waste basket. അദ്ദേഹം അതെടുത്തിട്ട് ആ കണ്ണട എടുത്തിട്ട് വേസ്റ്റ് ബാസ്കറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടു. ഓക്കെ. Then he fished them out and placed them on his desk. എന്നിട്ട് ഫിഷ്ഡ് them പറഞ്ഞാൽ എന്താ, തപ്പി പിടിക്കുക. ഓക്കെ. എന്നിട്ട് വീണ്ടും ആ കണ്ണട വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് തപ്പി പിടിച്ചിട്ട് അവിടെ മുമ്പിൽ വെച്ചു, ഡെസ്കമ്മ വെച്ചു. ആൻഡ് said, എന്നിട്ട് പറയാണ്, ഓൺ സെക്കൻഡ് തോട്ട്, ഞാനൊന്ന് രണ്ടാമത് ചിന്തിച്ചപ്പോ, ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഇത് മ്യൂസിയത്തേക്ക് കൊടുത്തയക്കാന്ന് എനിക്ക് തോന്നി. You should have changed your glasses years ago. They have probably done more than harm. നിങ്ങൾ നിങ്ങളുടെ ഗ്ലാസ് ഒരുപാട് മുമ്പ് തന്നെ ഇതെന്ത് ചെയ്യാണ്, മാറ്റേണ്ടതായിരുന്നു. They have probably done more harm than good. അല്ലേ, എന്തായാലും സാധ്യത എന്തെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നന്മ വരുത്തുന്നതിനേക്കാൾ കൂടുതൽ ഇത് നിങ്ങൾക്ക് ദോഷം വരുത്താനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ആദ്യം ഒരു തമാശ രൂപേണ പറയാം, ഇതൊരു പുരാവസ്തു ആയിട്ടുണ്ട്, ഞാൻ ഇത് മ്യൂസിയത്തേക്ക് കൊടുക്കാൻ പോവാണ് എന്നുള്ളൊരു തമാശ രൂപേണ പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത് ഒരുപാട് കാലം മുമ്പേ മാറ്റേണ്ടതായിരുന്നു, ഇത് നിങ്ങൾക്ക് നല്ലതിനേക്കാൾ കൂടുതൽ ദോഷമായിരുന്നു വരുത്തുക. അവിടെ വെച്ച് 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 കണ്ണ് തന്നെ ചിലപ്പം കേടുവന്ന് പോവും എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. എക്സാമിനഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്, ഗ്രാനിയുടെ കണ്ണൊക്കെ ഒന്ന് പരീക്ഷണമൊക്കെ നടത്തിയതിനു ശേഷം പറയുകയാണ്, യുവർ ഐസ് ആർ വെരി വീക്ക്, നിങ്ങളുടെ കണ്ണ് വളരെ വീക്ക് ആയിട്ടുണ്ട്, വളരെ ദുർബലമായിട്ടുണ്ട്. ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. പക്ഷെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ടില്ല, നിങ്ങൾ കണ്ണ് കാണാത്തൊരു വ്യക്തിയൊന്നും ആയിട്ട് മാറിയിട്ടില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ദ ഗ്ലാസ്. നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കാഴ്ച കിട്ടുന്ന ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് തരാം. Then he placed there in front of a board covered with the letter in English and Hindi, large and small. അല്ലെ, എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ജ്ഞാനിയെ കൊണ്ടുപോയിട്ട് ഒരു വലിയ ബോർഡിന് മുമ്പിൽ നിർത്തുകയാണ്. അവിടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ കുറെ ലെറ്റേഴ്സ് ചെറുതും വലുതും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ജ്ഞാനിയോട് ചോദിക്കുകയാണ്, and asked Granny if she could make them out. അല്ലെ, അതിൽ നിന്ന് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെ, നിങ്ങൾക്ക് അത് കണ്ടെത്തിയാണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെന്താന്നുള്ളത് അറിയുക, എന്താണെന്നുള്ളത് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ജ്ഞാനിയോട് പറയുകയാണ്. ഐ ക്യാൻ ഈവൻ സീ ദ ബോർഡ് സെഡ് ജ്ഞാനി, പക്ഷെ എനിക്ക് ആ ബോർഡ് പോലും കാണുന്നില്ല എന്നാണ് ജ്ഞാനി പറയുന്നത്. വെൽ, ക്യാൻ യു സീ മീ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ, ഡോക്ടർ ചോദിക്കുകയാണ്. സം ഓഫ് യു, നിങ്ങളുടെ കുറച്ച് എവിടേക്കോ കാണുന്നുണ്ട്, കുറച്ചൊക്കെ കാണുന്നുണ്ട് എന്ന് ജ്ഞാനിയും പറയാണ്. സർ ഗ്രാനി, ഒരു തമാശ രൂപേണ കേട്ടോ പറയുന്നത്, എന്നെ കാണുന്നുണ്ടോ, എന്തൊക്കെയോ കുറച്ചൊക്കെ കാണുന്നുണ്ട് ആ ഒരു ഇതില് കേട്ടോ. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെഡ് ദ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ടും കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡോക്ടറും പറയാണ്. ആൻഡ് ഹി ബാലൻസ്ഡ് വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ്. അല്ലെ, ഒരു ബാലൻസ്ഡ് വയർ ഫ്രെയിം എന്ത് ചെയ്യാണ്, ഗ്രാനിയുടെ കണ്ണുമ്പോ വെക്കാണ്. ആൻഡ് ബിഗൻ ടു ട്രൈ ഔട്ട് ഡിഫറെന്റ് ലെൻസസ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ കണ്ണൊക്കെ ചെക്ക് ചെയ്യുന്ന ആളുകൾ ഒരു 2 സാധനമാണ് ആദ്യം വെക്കുക ഇങ്ങനെ, എന്നിട്ട് ഒരു ലെൻസ് ഇട്ട് നോക്കും, എന്നിട്ട് അത് എടുത്ത് മാറ്റിയിട്ട് അതിലൂടെ കാണുന്ന രണ്ടാമത്തെ ലെൻസ് ഇട്ട് നോക്കും. അങ്ങനെ ഓരോ ലെൻസായിട്ട് അതിലൂടെ ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി പെട്ടെന്ന് ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഗ്രാനിക്ക് എന്ത് ചെയ്യാണ്, നന്നായിട്ട് കാണാൻ സാധിക്കുകയാണ്. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ. അവൾക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാനിക്ക് ബോർഡ് കാണുന്നുണ്ട്, വലിയ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. ക്യാൻ യു സീ മീ നൗ,
അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ്, ആസ്ക് ദ ഡോക്ടർ, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? മോസ്റ്റ് ഓഫ് നിങ്ങളുടെ ഏകദേശം ഒക്കെ മുഴുവനായിട്ട്, മോസ്റ്റ് ഓഫ് നിങ്ങളെ ഫുള്ളായിട്ട് എന്ന് പറയുന്ന അർത്ഥത്തില, മോസ്റ്റ് ഓഫ് ഒരു 90% ഏകദേശം നിങ്ങളെ എനിക്കിപ്പോ കാണുന്നുണ്ട്. And then added, by the way of being helpful, there is quite a lot of you to see. ഇങ്ങനെ നിങ്ങളുടെ ഒന്നും കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ അത്രമാത്രം there is quite a lot of you to see. നിങ്ങളെ കാണാൻ മാത്രം ഉണ്ട്. ഒരു തമാശ രൂപേണ പറയാട്ടോ, കാണാൻ മാത്രം ഉണ്ട്. ഇതില് ഈ ഒരു ഇതൊന്നല്ല, അത് അത്യാവശ്യം കാണാൻ മാത്രം, ഇതിൽ കൂടുതൽ കാണാൻ മാത്രമൊക്കെ നിങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ്. താങ്ക് യു സർ ഡോക്ടർ. താങ്ക് യു ഡോക്ടർ എന്ന് അതൊരു പോസിറ്റീവ് ആയിട്ട് പറയാം. നന്ദി. And now turn around and tell me if you can see your grandson. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇനി നിങ്ങളൊന്ന് തിരിഞ്ഞിട്ട് നിങ്ങളൊന്ന് തിരിയുക. എങ്ങോട്ട് തിരിയുക? നിങ്ങളുടെ ഗ്രാൻഡ്സണിന് തിരിയുക. എന്നിട്ട് നിങ്ങളെ പേരക്കുട്ടിയെ കാണുന്നുണ്ടോ ഒന്ന് നോക്കാനാണ് പറയുന്നത്. ഗ്രാനി ടേൺ എടുത്ത് തിരിഞ്ഞിട്ട് സോ മാനി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഗ്രാനിക്ക് തന്റെ പേരക്കുട്ടിയെ ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാം. Okay. Manny, she exclaimed, clapping her hands with joy. വളരെ സന്തോഷത്തോടുകൂടി കൈയടിച്ചുകൊണ്ട്, എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് മാനി എന്ന് പറഞ്ഞ് കൈയടിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, കൈകൾ അടിക്കുകയാണ്. ഹൗ നാസ് യു ലുക്ക്, എന്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്, എന്ത് നല്ല കുട്ടിയാണ് ഞാൻ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത്, എന്ത് സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ് ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നത്. ബട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്, പക്ഷെ നിന്റെ ഹെയർ കട്ട് ഒന്നും കൂടെ നന്നാക്കണം. ആൻഡ് വാഷ്, ഒന്ന് വാഷ് ചെയ്യണം, മൊത്തത്തിലൊന്ന് മുഖവും തലമുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്യണം. ആൻഡ് ദ ബട്ടൺസ് ഓൺ യുവർ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഒന്ന് ഇടണം. ആൻഡ് ന്യൂ പെയർ ഓഫ് ഷൂസ്, ഒരു പുതിയ ഷൂവും വാങ്ങണം. ആൻഡ് കം അലോങ് ടു ദ ബസാർ, നീ എന്റെ കൂടെ ബസാറിലോട്ട് വാ എന്ന് പറയണം ഒരു ആവേശം കൊണ്ട് കേട്ടോ. അപ്പോൾ ഈ മുത്തശ്ശി കുറെ കാലമായിട്ട് ഒരു പ്രസൻസ് മാത്രമേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിന്റെ മാനിയെ അതൊരുപാട് നാളിന് ശേഷം കാണുകയാണ്. ഒരുപാട് സ്നേഹമാണ് മുത്തശ്ശിക്ക് മാനിയെ. ആ മാനിയെ, ഞാൻ വളർത്തിക്കൊണ്ടുവന്ന മാനി ഇത്രയും വളർന്ന് മനോഹരമായിട്ട് അതിന് മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ആ ഞാനിക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ, ആ സന്തോഷമാണ് കേട്ടോ അവരിപ്പോ പറഞ്ഞത്. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെറ്റ് മാനി ലോഫിങ്. മാനി ചിരിച്ചുകൊണ്ട് പറയാണ്, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 2 പുതിയ ഗ്ലാസ് വാങ്ങാം. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോപ്പിങ്ങിന്. ആദ്യം നമുക്ക് ഒരു പുതിയ ഗ്ലാസ് വാങ്ങാം, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. എ ഡേ ലേറ്റർ, ഒരു ദിവസത്തിന് ശേഷം, ദേവർ ഇൻ ബസ് അഗെയിൻ, അവര് വീണ്ടും ബസ്സിലാണ്. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്, ഗ്രാനി എന്ത് ചെയ്തിട്ടുണ്ട്, ജനൽ സീറ്റിന്റെ അടുത്ത് സൈഡ് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് മാനി സാറ്റ് ബിസൈഡ് ഹെർ, നാനി അവരുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ആൻഡ് he had a new shoes and Granny had a new umbrella and they had also bought a thick woolen Tibetan pullover for Manny's father and seeds, bulbs and cowbell. ഇപ്പൊ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് മക്കളെ? she had a new shoes, അവന് ന്യൂ ഷൂ വാങ്ങിയിട്ടുണ്ട്. Granny had a new umbrella, ഗ്രാനിക്ക് ന്യൂ അംബർല വാങ്ങിയിട്ടുണ്ട്. they had also bought, അവരെന്തും കൂടെ വാങ്ങിയിട്ടുണ്ട്, thick woolen Tibetan pullover, തിബറ്റനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നല്ല കട്ടിയുള്ള വൂളൻ അല്ലെ, പഞ്ഞിയുടെ വൂളന്റെ നല്ല കട്ടിയുള്ള സ്പോഞ്ച് പോലെ ഉള്ള പുള്ളോവർ അല്ലെ, സ്വെറ്റർ വാങ്ങിയിട്ടുണ്ട് മാനിയുടെ ഫാദർക്ക് വേണ്ടിയിട്ട്. ആൻഡ് ദ സീഡ്സ്, വിത്തുകൾ വാങ്ങിയിട്ടുണ്ട്. ബൾബ്സ്, കിഴങ്ങ് വർഗത്തിന്റെ വിത്ത് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ദ കൗ ബെൽ, പശുവിന് ഒരു ബെല്ലും വാങ്ങിയിട്ടുണ്ട്. എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. As the bus moved off, ബസ് മുന്നോട്ട് പോയപ്പോൾ ഗ്രാനി looked eagerly out of the window. ഗ്രാനി എന്ത് ചെയ്യാണ്, ഇപ്പൊ എല്ലാം കാണാം അല്ലെ, വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ജനലിലൂടെ പുറത്തോട്ട് കാഴ്ചകൾ കാണുകയാണ്. She could see many things that she hadn't seen for a long time. അവൾക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ കാണാം, ഒരുപാട് കാര്യങ്ങളായിട്ട്, ഫോർ എ ലോങ് ടൈം, ഒരുപാട് കാലമായിട്ട് അവർക്ക് കാണാൻ സാധിക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇപ്പോൾ കാണാം. ഡിസ്റ്റന്റ് വില്ലേജസ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, പാടത്ത് വർക്ക് ചെയ്യുന്ന ജനങ്ങളെ. മിൽക്ക്മാൻ ഓൺ ദ റോഡ്, റോഡിലൂടെ പോകുന്ന പാൽക്കാരനെ. 2 dogs rushing along beside the bus, ബസിന്റെ കൂടെ തന്നെ ഓടി വരുന്ന 2 ഡോഗുകളെ. monkeys in the trees, മരത്തിന്റെ മുകളിലുള്ള മങ്കികളെ, കുരങ്ങുകളെ. ആൻഡ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, എല്ലാം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്തുള്ള എന്താണ്,
റെയിൻബോ, മഴവില്ല്, ഇതെല്ലാം ഇപ്പൊ മുത്തശ്ശിക്ക് കാണാം. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഓഫ് കോഴ്സ്, തീർച്ചയായും. ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെന്റ്. പക്ഷെ അവരെന്താണ് ആ ഇംപ്രൂവ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് പറഞ്ഞാൽ എന്താ, മാറ്റം ആ പുരോഗതി പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പൊ 90% കൂടുതൽ കാണുന്നുണ്ടല്ലോ അപ്പൊ ആ പുരോഗതിയിൽ അവരെന്താണ് പ്ലീസ്ഡ്, അവർ ഒരുപാട് സന്തോഷവതിയാണ് എന്നാണ് പറയുന്നത്. Manny watched for a time and listened to her excited chatter. മാനി ഇതൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാണുകയാണ് മാനി മുത്തശ്ശി കാണുന്നതും നോക്കുന്നതും ഒക്കെ മുത്തശ്ശിയുടെ സന്തോഷമൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യാണ്. ആൻഡ് ലിസൺ, എന്നിട്ട് കേൾക്കുകയാണ്. എക്സൈറ്റഡ് ചാറ്റർ മീൻസ് എന്താണ്, ചാറ്റർ സംഭാഷണം അവരിങ്ങനെ ഓരോന്ന് കാണുമ്പോ അവരിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് അവിടെ രണ്ടാളുകൾ വർക്ക് ചെയ്യുന്നു, ഡോഗ് നമ്മുടെ കൂടെ വരുന്നുണ്ട്, അവിടെ നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ, ഇത് കാണുന്നുണ്ടോ, ഇങ്ങനെയുള്ള മാനിയുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സംസാരമൊക്കെ മാനി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. And then his head began to nod. പതിയെ അവന്റെ തല അവൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ താഴ്ത്തി വെക്കാൻ തുടങ്ങി, മീൻ ഉറങ്ങുകയാണ്. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ദ ഗ്രാനീസ് ഷോൾഡർ. അവൻ എന്ത് ചെയ്യാണ്, ആ ഗ്രാനിയുടെ ഷോൾഡറിൽ അവൻ ഇങ്ങനെ കിടക്കുകയാണ്. ആൻഡ് റിമൈൻഡ്, എന്നിട്ട് കംഫർട്ടബിളി സപ്പോർട്ടഡ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് അവൻ അവിടെ കിടക്കുകയാണ്. ദ ബസ് served and jolted along the winding mountain road, but Manny was fast asleep. ബസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പറഞ്ഞു, ബസ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞാണ് പോവുക ദ ബസ് served മീൻസ് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സേഫ് ആയിട്ട് ഇങ്ങനെ വളച്ചും തിരിച്ചും പോകുന്നുണ്ട്. ആൻഡ് ജോൾട്ടഡ് മീൻസ് എന്താണ് മക്കളെ, ജോൾട്ടഡ് മീൻസ് എന്താണ്, സ്ട്രഗിൾ ചെയ്തിട്ട് പോകില്ല, നമ്മളിങ്ങനെ വെട്ടിത്തെളിച്ച പോലെ, മീൻസ് എന്തെങ്കിലും ഒരു സാധനം വന്ന് ഇടിക്കുന്നതൊക്കെ ഇങ്ങനെ തെന്നി മാറി ഇങ്ങനെ പോകില്ല, അതിനാണ് ജോൾട്ടഡ് എന്ന് പറയുന്നത്. അലോങ് വിത്ത് ദ വിൻഡിങ് മൗണ്ടൻ റോഡ് ആ വിശാലമായിട്ട് കാറ്റൊക്കെ അടിക്കുന്ന ആ വിശാലമായിട്ടുള്ള ആ ഒരു റൗണ്ട് പോലെയുള്ള ആ ഒരു ഇതിലൂടെ തിരിഞ്ഞും വളഞ്ഞും തെന്നി മാറിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് മാനി വാസ് ഫാസ്റ്റ്. പക്ഷെ മാനി എന്ത് ചെയ്യാണ്, നല്ല ഉറക്കത്തിലോട്ട് പോവുകയാണ് ഇപ്പൊ മാനി മുത്തശ്ശിയുടെ ഷോൾഡറിൽ ഭദ്രമായിട്ട് ഉറങ്ങുന്നുണ്ട്. നേരത്തെ മുത്തശ്ശി മാനിയുടെ ഷോൾഡറുകളിൽ ഉറങ്ങിയിരുന്നു ഇതൊക്കെ അവരുടെ തമ്മിലുള്ള ആ ഒരു ഡെപ്ത് ആയിട്ടുള്ള ആ ഒരു ബന്ധമാണ് കേട്ടോ മക്കളെ കാണിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാം, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി കഴിഞ്ഞില്ലേ. വളരെ മനോഹരമായിട്ടുള്ള യാത്രയല്ലേ മക്കളെ. ഈ യാത്രയിൽ നിങ്ങൾ എന്താ കണ്ടത് മക്കളെ? ഒന്നുമില്ലല്ലേ മക്കളെ, ഈ ഗ്രാനിയും അവരുടെ ഗ്രാൻഡ്സണും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം അത് നമുക്ക് കാണാൻ സാധിച്ചു കാരണം എന്താണ്, മുത്തശ്ശി ഗ്രാൻഡ്സൺ ഇല്ലായിരുന്നെങ്കിൽ പോവാൻ റെഡി അല്ലാതെ മുത്തശ്ശി ഗ്രാൻഡ്സൺ ഉണ്ടായപ്പോ പോവുകയും അവര് പരസ്പരം അവര് കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും ഒക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ അതിന് മനോഹരമാണ് നമുക്ക് നമ്മുടെ ഈ ദൈവം തന്നിട്ടുള്ള ഈ ഭൂമിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളെ. പ്രകൃതി എത്ര മനോഹരമാണ് എന്നുള്ളത് പ്രകൃതിയെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു പ്രകൃതിയുടെ മനോഹാരിതയും ആ ലാൻഡ്സ്കേപ്പും ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ നോക്കാം. വേൾഡ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലെ കുറച്ച് വേർഡ്സുകൾ നോക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ അതിന്റെ മീനിങ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഗ്ലീം, എ ഫൈൻഡ് ഓർ ബ്രീഫ് ലൈറ്റ്. എന്താണ്, ഒരു തെളിക്കം ഒരു തിളക്കം, എന്താണ്, ഒരു വെളിച്ചം അതാണ് പറയുന്നത് കേട്ടോ. ദെൻ റിക്കറ്റി മീൻസ് വീക്ക് ആർ ലൈക്ലി ടു ഫോൾ അപ്പാർട്ട് വളരെ ദുർബലമായിട്ടുള്ള, സ്ട്രോങ് അല്ലാത്ത, അങ്ങേറ്റം പഴകിയ എന്നൊരവസ്ഥത്തിൽ കേട്ടോ. റാറ്റിൽഡ്, മെയ്ഡ് എ റാപ്പിഡ് ഷേക്കിംഗ് ന്യൂസ് ഇളകി മറയുന്ന, കടകടാന്ന് പറഞ്ഞ ഇളകി മറയുന്ന ഒരു ശബ്ദം. സ്കാപ്പേർഡ് മീൻസ് റൺ ക്വിക്ലി വിത്ത് എ സ്മോൾ ലൈറ്റ് സ്റ്റെപ്പ് കുറച്ച് സ്പീഡിൽ ഇങ്ങനെ ഓടുന്നുണ്ട്, പക്ഷെ എന്നാലും വളരെ ചെറിയ സ്റ്റെപ്പോട് കൂടിയിട്ടാണ് കേട്ടോ. സ്ലാക്കൻ, ടു സ്ലോ ഡൗൺ, റെഡ്യൂസ് സ്പീഡ് സ്പീഡ് കുറക്കുക, വേഗത കുറക്കുക. സോംബർ മീൻസ് എന്താണ്, ഡാർക്ക് ഓർ ഡൾ ഇൻ എ മൂഡ് ഓർ കളർ എന്താണ്, ഇരുണ്ട, ഡാർക്ക് ആയിട്ടുള്ള എന്നൊരർത്ഥത്തിൽ. ബ്ലയർ, എ ലൗഡ് ഹാർഷ് നോയ്സ് വലിയ ഗർജിക്കുന്ന ശബ്ദം. ടെമ്പിൾഡ്, ഫെൽ സഡൻലി ഗ്ലംസിലി പെട്ടെന്ന് ചാടി ഇറങ്ങുക, അതിനാണ് ടെമ്പിൾഡ് എന്ന് പറയുന്നത്. ലാൻഡ്സ്ലൈഡ്, സഡൻ ഫ്ലോ ഓഫ് റോക്സ് എന്താണ്, ഉരുൾപൊട്ടൽ. ഡെംബ്രിസ്, സ്കാറ്റേർഡ് ബ്രോക്കൺ പീസസ് ഓഫ് റിമൈൻസ് എന്താണ്, പൊട്ടിപ്പോന്നിട്ടുള്ള ബാക്കി
ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ പൊട്ടി പുറപ്പെട്ട് വരുന്ന ബാക്കി ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അതിനാണ് കേട്ടോ. ചാറ്റർ മീൻസ് ഫാസ്റ്റ് ഇൻഫോർമൽ ടോക്ക് അല്ലെ, വളരെ ചെടപ്പറന്നിട്ടുള്ള സംസാരം, അതിനാണ് സംഭാഷണം. സ്വേർഡ് മീൻസ് ടേൺഡ് സഡൻലി ടു അവോയ്ഡ് സംതിങ് അല്ലെ, എന്താണ് വളച്ച് എന്തെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വളച്ച് പെട്ടെന്ന് പോകുന്നതിനാണ് കേട്ടോ. ജോൾട്ടർ മീൻസ് എന്താണ് മൂവ്ഡ് സഡൻലി റഫ്ലി, വളരെ പെട്ടെന്ന് റഫായിട്ട് വളരെ വണ്ടി ഇങ്ങനെ സ്പീഡിൽ എടുത്ത് പോവുക. പോർട്ടൽ മീൻസ് സ്ലൈറ്റ്ലി ഓവർ വെയിറ്റ് ഇൻ എ ഡിഗ്നിഫൈഡ് വേ അല്ലെ, അതാണ് കേട്ടോ. എന്താണ് തടിച്ചിട്ടുള്ള എന്നൊരർത്ഥത്തിലാട്ടോ. ദെൻ ജോസ്റ്റഡ് മീൻസ് എന്താണ് പുഷ്ഡ് ഓർ ഷോവ്ഡ് റഫ്ലി അല്ലെ, എന്താണ് തള്ളിയിടുക, ഉന്തിയിടുക, തിക്കും തിരക്കും കാരണം തള്ളിയിടില്ല, അതിനാണ് കേട്ടോ പറയുന്നത്. ദെൻ ധർമ്മശാല റെന്റ് ഹൗസ് നിയർ ദ ടെമ്പിൾസിന്റെ ഒക്കെ അടുത്ത് താമസിക്കാനുള്ള ഒരു ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള ഒരു പ്ലേസ് ആട്ടോ. ഗ്ലൂമി മീൻസ് ഡാർക്ക് അല്ലെ, മൂടിയ. അഡാപ്റ്റർ മീൻസ് മോഡിഫൈഡ്, ചേഞ്ച്ഡ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. പാർട്ടർ മീൻസ് എന്താണ് വേർപിരിഞ്ഞു പോകാം, സെപ്പറേറ്റഡ് ആവാം. സ്റ്റേണിലി ടു ഇൻ എ ഫേം സ്ട്രിക്റ്റ് മാനർ, കുറച്ച് ഗൗരവത്തോടു കൂടി പറയുക. ഈഗർലി വിത്ത് എക്സൈറ്റഡ് ഇൻട്രസ്റ്റ്, കുറച്ച് എന്താ പറയാ ആകാംക്ഷ. ഈഗർലി മീൻസ് ആകാംക്ഷ. സ്നാപ്ഡ് സ്പോക്ക് ഷാർപ്പ്ലി അല്ലെ, എന്ത് ചെയ്യാണ് വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുക. ട്രഗ്ഡ് മീൻസ് വാക്ക്ഡ് വിത്ത് എഫേർട്ട് ആൻഡ് ടയേർഡ്നെസ് അല്ലെ, എന്താണ് കുറച്ച് ടയേർഡോട് കൂടിയിട്ട് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് നടക്കുക. ഹിസ് എ സോഫ്റ്റ് സിബ്ലിയൻ സൗണ്ട് ആണ് അല്ലെ, എന്താണ് ഈ പാമ്പിന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവില്ല അത് കേട്ടോ. പാറ്റർ ലൈറ്റ് ടാപ്പിംഗ് സൗണ്ട് അല്ലെ, ഒരു ചെറിയ ചാറ്റൽമഴയുടെ ഒക്കെ ശബ്ദം. ദെൻ ഡോസ്ഡ് സ്ലൈറ്റ് ലൈറ്റ്ലി, ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഉറങ്ങുന്നത് കേട്ടോ. ദെൻ ഗ്രൈൻഡിങ് ഹാർഷ് ഗ്രൈറ്റിംഗ് നോയ്സ് അല്ലെ, വലിയ ശബ്ദത്തോടു കൂടിയിട്ട് താഴോട്ട് വീഴ. ബോൾഡ് ധൈര്യമുള്ള. കറേജ് ആൻഡ് ഡയറിങ് എന്നൊരർത്ഥത്തിൽ, കറേജസ് ആൻഡ് ഡയറിങ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. ദെൻ ട്വിങ്ക്ലിംഗ് സ്പാർക്കിംഗ് ഷൈനിങ് ലൈക്ക് അല്ലെ, വെളിച്ചം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന. brisk, quiet and active, നല്ല ഉഷാറായിട്ടുള്ള ആള് കേട്ടോ. മിൽക്ക്മെൻ പീപ്പിൾ ഡെലിവറിങ് മിൽക്ക് അല്ലെ, അറിയാം. അംബർല റെയിൻസ് ആൻഡ് സൺ പ്രൊട്ടക്ഷൻ. ദെൻ വിസ്പറിംഗ് സ്പീക്കിംഗ് വെരി സോഫ്റ്റ്ലി, മന്ത്രിച്ച് പറയുക. ബൺ എ സ്മോൾ റൗണ്ട് ഓഫ് ബ്രെഡ് റോൾ, ബണ്ണ് നിങ്ങൾക്ക് കഴിക്കുന്ന ബണ്ണാണ്. ദെൻ പുൾ ഓവർ നിറ്റഡ് വൂളൻ ടോപ്പ് അല്ലെ, സ്വെറ്റർ ആണ് കേട്ടോ. കൗ ബെൽ, ബെൽ വയർ അണ്ടർ ദ കൗ നെക്ക് അല്ലെ, മണി അല്ലെ, പശുക്കൾക്കൊക്കെ കിട്ടുന്ന മണി. ഇംപ്രൂവ്മെന്റ് പോസിറ്റീവ് ചേഞ്ച് ഓർ പ്രോഗ്രസ് അല്ലെ, പുരോഗതി കേട്ടോ. അപ്പൊ ഇത്രയുമാണ് വേർഡുകളൊക്കെ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു 2, 3, 4 ന്യൂ വേർഡ്സുകളേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വേർഡ്സുകളാണ് കേട്ടോ. സോ മക്കളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിലെ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.